എന്താടാ ഉണ്ടായത്? പുതിയ ACP ലാത്തിചാർജ് ചെയ്തതാ. നമ്മുടെ ആൾക്കാരെ ഒന്നും വെറുതെ വിട്ടില്ല. നീ ഇവിടെ ഇല്ലാഞ്ഞതാ കുഴപ്പമായത്. ഏതവനാടാ ACP? ACP രത്നം. പോലീസ് യൂണിഫോം ഇട്ടൊരു പക്കാ റൗഡി. കേസ് എന്തായാലും അവന് പ്രശ്നമല്ല. എപ്പോഴും കാശേ എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. ഹോം മിനിസ്റ്റർ ഏതോ അവന്റെ ബന്ധുവാ. ബോക്സിംഗ് ചാമ്പ്യൻ. സ്ത്രീ വിഷയത്തിൽ രാഷ്ട്രീയക്കാരെക്കാൾ ബലഹീനൻ. ഇങ്ങനെയൊക്കെ ആണെങ്കിലും അധികാരത്തിൽ ഇരിക്കുന്നവർക്ക് വേണ്ടപ്പെട്ടവനാ. ഏതോ രാഷ്ട്രീയ വിരോധം കൊണ്ടാ നമ്മുടെ മീറ്റിംഗ് അവൻ അനുകൂലമാക്കിയത്. അവനെ വെറുതെ വിടാൻ പാടില്ല. എന്താടാ നോക്കി നിൽക്കുന്നത്? ഞാൻ പറയുന്ന കേക്ക്. എന്തോന്നും കേൾക്കാൻ? താനൊരു സമുദായ നേതാവാ. 4 ലക്ഷത്തിലധികം ജനങ്ങളാ തന്റെ പിന്നിലുള്ളത്. ആവേശത്തോടെ എടുത്തു ചാടുകയല്ല വേണ്ടത്. ആലോചിച്ച് വേണം ഒരു തീരുമാനമെടുക്കാൻ. അവൻ വെറും ACP. ലീഗലായിട്ട് വേണം അവനെ ഹാൻഡിൽ ചെയ്യാൻ. നീ ആദ്യം ഹോം മിനിസ്റ്ററിന് ഫോൺ ചെയ്യും. എടോ ഹോം മിനിസ്റ്ററെ, എന്താണോ ഇത്? ഞങ്ങളുടെ വോട്ട് കൊണ്ട് ജയിച്ചിട്ട് ഞങ്ങൾക്ക് നേരെ ലാത്തി ചാർജോ? ഏതവനാടോ ആ ACP? അറിയാമല്ലോ, ഇലക്ഷൻ ഇനി അധികം നാളില്ല. 4.5 ലക്ഷം വോട്ടാ ഞങ്ങളുടെ കയ്യിൽ. അത് മറക്കണ്ട. ഉഴി അമ്മച്ചി ഉഴി. നമ്മുടെ സമുദായത്തിന്റെ വില എന്താണെന്ന് നല്ലോണം കാണിച്ചു കൊടുത്തിട്ട് വന്നിരിക്കുക. ആ ആഭ്യന്തര മന്ത്രി വരെ മുട്ടുകുത്തിച്ച് കളഞ്ഞില്ലേ? മധുവിടെ ടൂറ് പോയിരിക്കല്ലേ? എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്നോട് ചോദിക്കാതെ അവളെ ഒരിടത്തേക്കും വിട്ടേക്കരുതെന്ന്? കോളേജിൽ നിന്ന് അവര് പെട്ടെന്ന് പ്രോഗ്രാം ഇട്ടതാടാ. നിന്നെ കിട്ടാൻ അവള് മാനേജരോട് വിളിച്ചു പറഞ്ഞായിരുന്നല്ലോ. എന്താടാ പറഞ്ഞില്ലേ നീ? ആ ബഹളത്തിനിടയിൽ ഞാനതങ്ങ് മറന്നു. ഇനി അവള് ഡോക്ടറായിട്ട് വേണമല്ലോ ഇവിടുത്തെ ചെലവ് നടക്കാൻ. എന്തിനാടാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? ഈ 1 വർഷം കൂടി കഴിഞ്ഞാൽ അവള് പഠിപ്പ് പൂർത്തിയാക്കി ഇനി വരില്ലേ? എങ്ങോട്ടാ പോയിരിക്കുന്നത്? ഏതോ ക്യാമ്പ്. പേഷ്യൻസിനുള്ള മരുന്ന് കൂടി കൊടുത്തേക്ക്. മാഡം. തബിയത്ത് കേസായി തുമാരെ? നീ ഇയാളോട് ഹിന്ദി പറഞ്ഞ് ഇയാൾക്ക് എങ്ങനെ മനസ്സിലാവാനാ? ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായത്, നേരത്തെ പറയാത്ത എന്താ? സ്റ്റുഡൻസ്, നമ്മൾ ഉടനെ തിരിച്ചു പോവുകയാണ്. എല്ലാരും വേഗം റെഡി ആയിക്കൊള്ളണം. സാർ, അപ്പൊ നമ്മള് വെള്ളത്തിൽ കളിക്കുന്നത് എപ്പോഴാ? എടി മധു, എന്റെ ഷാള് പറന്ന് വരുന്നുണ്ട്, പിടിച്ചോണേ. എന്റെ ഷോളും കാണുന്നില്ല. എന്താടി നീ ഇവിടെ വന്നിരിക്കുന്നേ? നീ വരുന്നില്ലേ? നോക്ക്, എന്ത് ഭംഗിയാ ഇവിടെ. ഇവിടെ എങ്ങാനും ഒന്ന് താമസിച്ചാലോ എന്ന് ഓർത്തു പോവാ. ഹായ്, ആ പുള്ളിക്കുയിലിനെ കണ്ടോ? നല്ല റൊമാൻറ്റിക് മൂഡിൽ ആശാൻ കൂവുന്നത്. നമ്മളും തിരിച്ചു കൂവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സൗണ്ട് ഇഷ്ടപ്പെട്ടാൽ ആശാനും തിരിച്ച് റെസ്പോണ്ട് ചെയ്യും. ശരിക്കും? ആ, ഇല്ലെങ്കിൽ നീ നോക്കിക്കോ. രണ്ടും ഒരേ വോയിസാ. വേണ്ട, മധുന്ന് കൂവിയെ. അത് ശരിയാ. അപ്പൊ നിനക്കെന്നെ ഇഷ്ടായല്ലേ? I love you. ഇങ്ങനെ കൂവിക്കൊണ്ട് നടക്കുന്ന പെൺകുട്ടികൾ എങ്ങനെ ലവ് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞത് നിന്നോടല്ല, കുയിലിനോടാ. മനുഷ്യരാരും നിന്നെ പ്രേമിക്കില്ലേ? ആരാടിയത്? നീ പറഞ്ഞില്ലായിരുന്നോ? ആ കുയിലാണത്. പിന്നെന്താ, ഇറങ്ങി വാ.
ഇങ്ങനെയുണ്ടോ പെൺകുട്ടികള്? പോടി, ഇപ്പോഴല്ലാതെ എപ്പോഴാണ് അടിച്ചു പൊളിക്കുന്നത്? ചെന്ന് പിടിക്കടി. ഇവിടെ ഇങ്ങോട്ട് വാടി മോളെ. നീ മാത്രം ഒരു നീ ആരോടെങ്കിലും ഒരാളോട് ഐ ലവ് യു എന്ന് പറഞ്ഞാലേ നിന്നെ ഞങ്ങൾ വിടും. ഞാനോ? അതിന് എന്നെ കിട്ടുമെന്ന് ആരും വിചാരിക്കണ്ട. വേണ്ടെങ്കിൽ വേണ്ട. നീ ഒരു വലിയ ഡോക്ടറാകാൻ വേണ്ടി ഇങ്ങനെ പറയിച്ചൊരു നേർച്ച ഉണ്ടായിരുന്നു. എനിക്കെന്താ? എന്തിനാ ഇങ്ങനൊക്കെ നേരം പോയത്? എന്താ നീ വലിയ ഡോക്ടറാണോ എന്ന് ആഗ്രഹിച്ചു പോയത്? എന്റെ തെറ്റാ? ഡോക്ടറാണോ കാര്യമില്ലേ? ഒന്ന് പറഞ്ഞേക്കടി. ഇങ്ങോട്ട് വാടി മോളെ. അങ്കിൾ, ഐ ലവ് യു. കാണുന്നവരോട് ഐ ലവ് എന്ന് പറഞ്ഞെടുക്കാൻ എനിക്ക് നാണമില്ലേ? എടി മധു, ആരാടി അത്? മിണ്ടി പോവരുത്. പിന്നെ അവൻ തന്നെ. ഏയ്, അവിടെ നോക്ക്. ഞാനും ഐ ലവ് യു. എന്തിന് ഐ ലവ് യു പറഞ്ഞിട്ട് വണ്ടി നിർത്താതെ പോണത്? വണ്ടി നിർത്താൻ പറയപ്പി. ഞാൻ റെഡിയാണ് പെണ്ണേ. ചക്കരേ, എന്തിനാ പമ്മണത്? കൂട്ടർ കയറ്റി വിട്. ചക്കരേ, എന്റെ മക്കളെ നിർത്താനും എനിക്ക് പ്രശ്നമില്ല. ഞാൻ പുലിയാണ് കേട്ടാ, പുലി. ഐ ലവ് യു. എന്താടി? ഹായ് ചക്കരേ, ഐ ലവ് യു. ഇപ്പൊ കാണിച്ചു തരാം, വാടി. തനിക്ക് നാണല്ലേടോ? ഞങ്ങളൊരു തമാശ പറഞ്ഞിട്ട് പല്ലി കാണിച്ചാൽ ഇറങ്ങിയിരിക്കാം. പോണേ അവിടുന്ന്. ഞങ്ങള് തമ്മിൽ എന്ത് ചേർച്ചയാന്ന് നോക്കിയേ. ഇവരുടെ കല്യാണം നടക്കുമോ? നീ ഒന്ന് മിണ്ടായിരിക്കും. എന്നോട് ക്ഷമിക്കണോ അങ്കിൾ, ഞങ്ങളൊരു തമാശക്ക്. ഞാനും ആദ്യം അങ്ങനെയാണ് കരുതിയത്. എന്നാ നിന്നെ പോലുള്ള ചില പിള്ളേര് വെറൈറ്റി നോക്കി എന്നെ പോലെ മുടി ധരിച്ച യുവാക്കളെ തപ്പി നടക്കണ വിവരം ലോണ്ട ലവനാണ് എന്നോട് പറഞ്ഞത്. എന്ത് ഹായ്? താൻ ഓവർസ്മാർട്ട് ആവാൻ നോക്ക. ഏയ്, ആരുടെ ഓവർസ്മാർട്ടായത്? നീയോ ഞാനോ? റോഡിൽ കൂടി പോകുന്നവരുടെ ഐ ലവ് യു എന്ന് പറഞ്ഞിട്ട് എന്റെ വെക്കിട്ട് ഇറങ്ങുമല്ലോ. നീയൊക്കെ പെണ്ണുങ്ങളോ അതോ പെടക്കോഴികളോ? നീയൊക്കെ ഇങ്ങനെ എന്തിനു ഇറങ്ങി പുറപ്പെട്ട ഈ നാട്ടിൽ ആണുങ്ങൾ തന്നെ ഇതെന്റെ സീറ്റാ. എന്താ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണോ? അല്ല, ടിറ്റിക്ക് 200 രൂപ കൊടുത്ത് വാങ്ങിയതാ. ഇത് കണ്ടോ, കൺഫേം ടിക്കറ്റാ. മാറ് മാറ് മാറ്. തന്നെ പേര് വേലപ്പൻ, ഏജ് 48. എന്താ ഡൗട്ടാ? അത്രയ്ക്ക് മണ്ടനാണോ ഞാൻ? എന്തിനാ സാർ ഇത്രയും പേരുടെ വിളിച്ച് സ്വയം പേഴ്ത്തുന്നത്? സാർ സത്യോ സാർ, എനിക്ക് 48 വയസ്സുണ്ട്. അതിരിക്കട്ടെ സാർ, സാറിന്റെ വയസ്സ് എത്രയാ? 50. ഒന്ന് ചുമ്മാതിരി സാർ. ആൾക്കാർ കേട്ട സത്യം ഒന്നും വിചാരിക്കില്ലേ? സാറിന് ഒരു 30-35 അല്ലാതെ ആരും പറയില്ല. ആ ഇരിക്കുന്ന പെൺകുട്ടികളെല്ലാം സാറിനെ തന്നെ നോക്കുന്നത്. ഇനി കുറച്ചുകൂടെ കഴിഞ്ഞാൽ ആ പെണ്ണില്ലേ സാറിനോട് ഐ ലവ് യു എന്ന് പറയാം. എന്താ ഈ ഏജ് പോരെ? ഒന്ന് ചുമ്മാ ഇടോ. ഇങ്ങനെ വെറുതെ പറഞ്ഞ അതിനെ മോഹിപ്പിക്കുന്ന എന്തിനാ? സാർ എന്റെ സീറ്റ് ഏതാ? തന്റെ സീറ്റ് പുറകിലിടോ. കാണിച്ചു തരാം. ഇത് കേട്ടില്ല സാർ. എന്റെ പേര് വേലപ്പൻ എന്നാണ് വിശ്വസിക്കുന്നേ ഇല്ല. ഞാനും വിശ്വസിക്കുന്നില്ല. എന്താ സാർ? വേലപ്പൻ എന്റെ അനിയനാ. അവൻ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുന്നവർ തനിക്ക് വിറ്റതായിരിക്കും. ഓളവടിയൊക്കെ ഇറങ്ങിയിരിക്കുന്നു. വടി കൊടുത്തുള്ള അടിയാ. എന്താ എന്ത് പറ്റേടി? ഒന്ന് വന്നേ. എങ്ങോട്ടാ പോന്നെ? എങ്ങടി നമ്മുടെ ടിക്കറ്റും ക്യാഷ് ഇരുന്ന ബാഗ് മിസ്സായിടി. ഇടിയ വേലപ്പനെ നമുക്ക് പരിചയമില്ലേ? അവനോടൊന്ന് പറഞ്ഞു നോക്കിയാലോ? നോ, ഏയ് ഒരു കുഴപ്പമില്ല. നീ വേഗം ചെന്ന് വിളിച്ചിട്ട് വാ. വേഗം. ഇങ്ങ് വാ. ഇത്രയ്ക്ക് ഫാസ്റ്റാ? സർ, ഞങ്ങളെ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാമോ? മലയാളം ശരിക്കും അറിയില്ല സാർ. സാർ, ഞങ്ങളുടെ ടിക്കറ്റ് മിസ്സായി സാർ. ഞങ്ങളെ ടിറ്റിയിൽ നിന്ന് ഒന്ന് രക്ഷിക്കാമോ സാർ? പ്ലീസ് സാർ, പ്ലീസ് സാർ. ശരി. ഹലോ, തന്റെ പേരെന്താ? അത് താനെന്തിനാ അറിയുന്നത്? അങ്ങനെയാണെങ്കിൽ ഞാൻ തന്നെ സഹായിക്കുന്നത്. പ്ലീസ് സാർ, സ്റ്റോപ്പ് ഇറ്റ്. കാന്തമ്മ. കാന്തമ്മയോ? തന്റെ പേര് വേലപ്പൻ എന്നാവെങ്കിൽ എന്റെ പേര് കാന്തമ്മ എന്നായിക്കൂടെ? ഓഹോ, അപ്പൊ തന്റെ പേരോ? ചെല്ലമ്മ, തന്റെ രത്നമ്മ, തങ്കമ്മ, സതിയമ്മ, കണ്ണമ്മ, ശാന്തമ്മ. താൻ പഞ്ചാബി അല്ലേ? ശാന്തമ്മ സിംഗ്. ഓഹോ. All of us go to the bathroom. ബാത്റൂം? Yes. പറഞ്ഞ കേൾക്ക്. Go. ഞങ്ങളെ ബാത്റൂമിൽ കിട്ടിയത് തന്റെ ഡാൻസ് കളിക്കാനാണോ? വാതില് തുറന്നേ. കാലൊന്ന് മാറ്റി. ദേ കിടക്കുന്നു സാധനം. വേലപ്പൻ പൊട്ടിയിട്ടാ. യെസ് സർ. ഓക്കെ, കാരി ഓൺ. കണ്ടോ, ഞാൻ ഹാൻഡിൽ ചെയ്ത് കേട്ടോ. ടിക്കറ്റ് പോയിട്ട് പിന്നെയും വന്നാലോ? അപ്പൊ ടിക്കറ്റ് കാണിച്ചു കൊടുക്കണം. അതെങ്ങനെയാ? ഞങ്ങളുടെ ടിക്കറ്റ് മിസ്സായ ആ ബാഗിലല്ലേ? ആ ബാഗ് ഇത് തന്നെയാണോ നോക്കി?
पिज्जा स्पॉट सर नमस्ते सर സർ ഗുഡ് മോർണിംഗ് സർ ഇനി കോങ്കണ്ണോ മറ്റോ ആയിരിക്കൂ സർ ഗുഡ് മോർണിംഗ് സർ അല്ല സാറ് സാർ അപ്പൊ കുഴപ്പമൊന്നുമില്ലായിരുന്നോ എന്താടോ സർ എന്റെ പേര് പണ്ണിയെന്ന സർ ഞാൻ വയനാട്ടിൽ നിന്ന് വരികയാണ് സർ നിന്റെ പേര് പറയാനാ നീ വയനാട്ടിൽ നിന്ന് വന്നേ റെക്കമെൻഡേഷനാ എത്രയും ബഹുമാനപ്പെട്ട ഗോവിന്ദ സാറിന് നമസ്കാരം. അങ്ങനെ പറയൂന്ന് നീ വിചാരിച്ചോ? ഒറ്റ കീറി വെച്ചോട്ടെ നിന്റെ മോന്തയുടെ ഷേപ്പ് മാറിപ്പോവും. അറിയാവുന്ന നിനക്കെന്നെ ആ നത്തിന്റെ കൂട്ടുള്ള കണ്ണിങ്ങനെ തുറന്നു പിടിച്ച് നീ ആരെ പേടിപ്പിക്കാൻ നോക്കോടാ? ഇത് പൊട്ടിച്ചു കളയും. ഞാൻ നിന്നോട് മര്യാദയ്ക്ക് ഒരു കാര്യം പറഞ്ഞേക്കാം. ഈ പയ്യൻ വളരെ നല്ലവനാ. ഈ വീട്ടിൽ നിന്ന് അവൻ വളർന്നത് തന്തയും തള്ളേ ആരുമില്ല. എത്ര വേണേലും പഠിച്ചോളാം ഞാൻ പറഞ്ഞതാ. ഉദ്യോഗം ഉടനെ കിട്ടിയാലേ ഒക്കൂന്ന് ഒരേ നിർബന്ധത്തിലവൻ. അവന് നീ ഒരു നല്ല ജോലി കൊടുത്തേക്ക്. എടാ ഞാൻ അവനോട് ആദ്യമായിട്ടൊരു കാര്യം ആവശ്യപ്പെടുന്നതുകൊണ്ട് സന്തോഷത്തോടെ അവൻ നിന്നെ ഒരു നോട്ടമുണ്ട്. സ്റ്റൈലായിട്ടൊന്ന് ചിരിച്ചേക്കണം. ഇപ്പൊ അവരൊരു ചോദ്യം ചോദിക്കും കേട്ടോ. ആ ഇരടം കേട്ടോ ഇപ്പോഴും ഉണ്ടോടാ സാർ? അവൻ കാരണം എന്റെ ജീവിതം എത്ര നാശമായി പോയത്. പഠിക്കാൻ പോയ കാലത്ത് എന്നെ റോഡിലൂടെ തേരാപ്പാര വായി നോക്കി നടത്തി പിച്ചച്ചട്ടി എടുപ്പിച്ചു. സാർ വളരെ കഷ്ടപ്പെട്ട ഞാൻ ഇത്രയെങ്കിലും ആയത്. ആ ദരിദ്രവാസിയുടെ റെക്കമെൻഡേഷനുമായി വന്നില്ലായിരുന്നുവെങ്കിൽ നിനക്ക് ഞാൻ ഇവിടെ ജോലി തന്നേനെ. അവന്റെ കത്തും കൊണ്ട് വന്നതുകൊണ്ട് നിനക്ക് ഇവിടെ ജോലിയില്ല, കൂലിയില്ല. ഗെറ്റ് ഔട്ട്. സാർ പ്ലീസ് സാർ. ഗെറ്റ് ഔട്ട്. സാർ പ്ലീസ്. ബിസിനസ് ഇല്ല, ഒരു പുണ്ണാക്കും ഇല്ല. ഓരോന്ന് കയറി വന്നോളൂ. ഇനി എന്ത് ചെയ്യും? എന്താടാ എന്താ ഒരു ശബ്ദം കേട്ടത്? എനിക്കൊന്നും അറിയില്ല സാർ. സാർ മെഡിക്കൽ കോളേജിലെ പിള്ളേർ പിന്നെ വന്നിരിക്കുക. കസ്റ്റമേഴ്സിന് ശല്യം ചെയ്യുന്നു പറഞ്ഞപ്പോ എന്നെയും തല്ലി. പരിസരിക്കടവ് മുത്തപ്പ ഇവന്മാരുടെ ശല്യം കൂടി വരികയാണല്ലോ. സാർ ഇവന്മാരുടെ ശല്യം ഞാൻ തീർന്നുതരാം. റെക്കമെൻഡേഷൻ നോക്കി സാർ ജോലി ഒന്നില്ല. എന്റെ ടാലന്റ് ഇടയിൽ സാർ ജോലി ചെയ്തു. സാരല്ല, അതെന്തുവാടേ? എഡ്യൂക്കേറ്റഡ് ഫൂൾസ്. തെറി കേൾക്കാതിരിക്കാനാണോടാ? നോ മ്യൂസിക് സാർ. ബേസിക്കലി മ്യൂസിക് ഇട്ട് വേണം ഫൈറ്റ് ചെയ്യാൻ. മ്യൂസിക് ഇട്ടാ ഫൈറ്റ് എങ്ങനെ ചെയ്യും? നോക്കിക്കോ സാർ. എന്തടാ ദാദാ പീസ് എടുക്ക? ഈ ടാലന്റ് കാണിക്കാന്ന് പറഞ്ഞ തല്ലുകൊള്ളലാണോടാ? സാർ ഒരു ഹെൽപ്പ് ചെയ്യോ സാർ? വാക്മാനിലെ ബാറ്ററി ഇല്ല. നിങ്ങളടുത്ത് മ്യൂസിക് ഉണ്ടെങ്കിൽ ഒന്ന് പ്ലേ ചെയ്യോ? മ്യൂസിക്? അതെ സാർ. മ്യൂസിക് ഇടറേ. മ്യൂസിക്. ഞാൻ പറഞ്ഞില്ലേ സാർ, മ്യൂസിക്കിന്റെ ഒരു പവർ കണ്ടില്ലേ? കൊളമായാ? സാർ വേഗം മ്യൂസിക് ഇട് സാർ. എനിക്ക് ഡിഡിയോളുന്നതിന് മുമ്പ് വേഗം മ്യൂസിക് ഇടാൻ. വേഗം ആരെങ്കിലും ഒരു പാട്ടെങ്കിലും പാടുത്താ. കുടിച്ചിട്ട് കൂട്ടിയടിയുടെ കൂട്ടുകാരാ നീ. അടിച്ചിട്ട് ആടി തീർക്കേണ്ട മുത്തേ നീ എന്റെ. ലജ്ജാവതിയെ അപ്പടി പോട് കൈകാലേ, അപ്പടി പോട് കഴുത്തി പോട്. അളിയ
സ്ലോ മോഷനിലടി ഉഗ്രൻ. ആ വന്നണ്ട പാൽക്കാര പട്ട് ആടപ്പോറ അങ്ങനെയടി. ആ കൊണ്ട് മറക്കട്ടോ തിരിക്കട്ടോ അടിയല്ലേ അടി 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 അടി. ഇനി തല്ലിയ അവരും പാടിയ ഞാൻ ചെത്തു പോകടാ. എന്റെ പാട്ടിന്റെ ശക്തി കൊണ്ട് എല്ലാവരും ഫ്ലാറ്റും. വെരി ഗുഡ്. യു ആർ അപ്പോയിന്റഡ്. താങ്ക് യു സാർ. നോ കണ്ടീഷൻസ്. ഷോപ്പിൽ എന്ത് പണിയും ചെയ്യണം. ഡെലിവറി എവിടെയായാലും എത്തിക്കണം. നിനക്ക് ബെഡും ഫുഡും ദിവസം ഒരു മുട്ടയും ഫ്രീ. പകൽ ഇവിടെ ഡ്യൂട്ടി ചെയ്തിട്ട് ഈവനിങ് കോളേജിൽ പൊയ്ക്കോ. താങ്ക് യു സാർ. അരമണിക്കൂറിനകം ഓർഡർ ഡെലിവറി ചെയ്തില്ലെങ്കിൽ നിന്റെ സാലറി കട്ടായി പോകും. ഫൈനൽ. വെൽക്കം ടു പിസ്സ സ്പോട്ട്. സൂര്യ, മോനെ സൂര്യ, കണ്ടോടാ നിന്റെ മോള് സ്വർണ്ണ മെഡൽ വാങ്ങിയത്. കോളേജ് മാഗസിനിൽ ഫോട്ടോ വന്നിരിക്കുന്നു. മധുമതി. ഏത് മധുമതി? ജാതി ഏത്? മതമേത്? ഇത് രണ്ടും ഉണ്ടെങ്കിലേ നീ ആരുടെ മകളാണെന്ന് എല്ലാവർക്കും മനസ്സിലാകൂ. മേലിങ്ങനെ സമുദായത്തിന്റെ പേരില്ലാത്ത ഫോട്ടോ മാത്രം കൊടുക്കരുത്. എന്താ അച്ഛൻ അങ്ങനെ പറഞ്ഞത്? അവന്റെ തലയ്ക്ക് ഓളവാ. വെറുതെ അവൻ ഓരോ പിച്ചും പേയും പറയുക. നോക്ക്, നീ ഇതത്ര കാര്യമായിട്ടൊന്നും എടുക്കണ്ട മോളെ. നമ്മുടെ കുടുംബത്തിൽ ഒരു ഡോക്ടർ ഉണ്ടാവാൻ പോവല്ലേ. ഇപ്പൊ നിന്റെ അമ്മയുണ്ടായിരുന്നെങ്കിൽ എന്ത് സന്തോഷമായനെ അവൾക്ക്. ഗുഡ് മോർണിംഗ് സാർ. ഞാൻ ACP രത്നൻ. ഞാനിപ്പോ സസ്പെൻഷനില്ല. ആരെയൊക്കെ ചെന്ന് കണ്ടിട്ടും ഇവിടെ വന്ന് സാറിനെ കാണാനാ പറയുന്നത്. ഓ അത് ശരി. സസ്പെൻഷനിലായി ജോലിയില്ലാതെ നടക്കുവല്ലേ? ഡേയ്, ഇവിടെ എവന് പറ്റിയ ജോലി വല്ലതും ഉണ്ടോ നോക്കിയടാ. നമ്മുടെ ബാത്റൂം കഴുകുന്നൊരു വേക്കൻസി ഉണ്ട്, അത് കൊടുക്കാം. എന്തിനാടാ ചിരിക്കുന്നത്? ബാത്റൂം മാത്രമല്ല, ഇവന് വീണ്ടും പഴയ ACP ആകണമെങ്കിൽ ഇങ്ങനെ പലതും കഴിയേണ്ടി വരും. നീ വിഷമിക്കണ്ട. നിന്റെ ജോലി നിനക്ക് തന്നെ ഞാൻ തിരികെ വാങ്ങിത്തരാം. ഡേയ്, അതുവരെ ഈ പാവത്തിന് ജീവിക്കണ്ടടാ. നമ്മുടെ പയ്യനല്ലേ, നല്ലവനാ. കൊണ്ടുപോയി ബാത്റൂം കഴിക്കും. ശരി സാർ. അഞ്ച് മിനിറ്റിനുള്ളിൽ ഡെലിവറി നടത്തിയില്ലെങ്കിൽ നിന്റെ മുഖത്ത് ഞാൻ പൊറോട്ട ഡയറക്ടർ സാറേ, ഫൈറ്റ് സ്റ്റാർട്ട് ആവുമ്പോ നമ്മുടെ ഹീറോ ബൈക്ക് സ്പീഡിൽ വരും. പ്ലീസ്, അർജന്റ് ഡെലിവറിയാ. ജോലി പോകുന്ന കേസ്. പ്ലീസ് 2 മിനിറ്റ് പറയുന്നത്. ഇതൊന്ന് കൊടുത്തോട്ടെ. 2 മിനിറ്റ് പോലെ. പ്ലീസ് 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 കാന്തമ്മ. സർ, ഓൺ ടൈം ഡെലിവറി സർ. താങ്ക് യു സർ. ഏയ്, ഇതാരാ തന്റെ ഗേൾഫ്രണ്ട്? ഇവക്ക് അതിനുള്ള യോഗ്യതയുണ്ടോ? ഉണ്ടോ? അവൾ ആകെ ചൂടിലാണല്ലോ. അതിലും വലിയ ചൂടാണ് പിസയുടെ ഓണർ. ഇത് തകർത്ത് വെക്കും. ഹലോ സർ, ഡെലിവറി കഴിഞ്ഞല്ലോ. ഓക്കെ സർ. ഇത് കാന്തമ്മയുടേതാണല്ലോ. It's beautiful. അന്യരുടെ മുതല് പാമ്പിനെ പോലെയാണെങ്കിൽ കാന്തമ്മയുടെ കമ്മല് പെരുമ്പാമ്പിനെ പോലെ എനിക്ക്. ഇതാ പിടിച്ചോ.
എന്താ ടോയ് വാങ്ങ? ഇത് കൊള്ളാലോ, ഭംഗിയുണ്ടല്ലോ. ഹായ് സുരേഷ്. ഇത് പൊട്ടി കാന്തമ്മ. 400 രൂപ. എടോ ഇത് താൻ പൊട്ടിച്ചല്ലേ? ഇതിന്റെ തലയിലാവൂ. മിസ്റ്റർ സാർ, ഇത് ഞാനല്ല, ആ പെണ്ണ് പൊട്ടിച്ചിട്ട് പോയതാ. അതൊന്നും എനിക്കറിയണ്ട. 400 രൂപ അടച്ചിട്ട് പോകാൻ നോക്ക്. എന്താ സാർ ഇത്? ഫുട്പാത്തിൽ ചെന്നാൽ 4 രൂപയ്ക്ക് 40 എണ്ണം കിട്ടുമല്ലോ. അങ്ങനെയാണെങ്കിൽ താൻ അവിടെ പോയി കുറെ എണ്ണം വാങ്ങിച്ച് അങ്ങോട്ട് മാറി ഇന്ന് പൊട്ടിച്ച് കളിക്കും. അത് നിങ്ങൾ ഇതാ മതി, എനിക്ക് വേറെ ജോലിയുണ്ട്. ക്യാഷ് തരുന്നോ അതോ പോലീസിനെ വിളിക്കണം? അവരെ വിളിച്ച് അവരിതിന്റെ പൈസ കൊണ്ട് തരും. സാർ പൈസ ഇല്ലാത്തോണ്ടാണ് സാർ. ഹലോ, ആ ബില്ല് ഞാൻ അടച്ചോളാം. നന്ദിയുണ്ട് സാർ, ഒരുപാട് നന്ദിയുണ്ട്. എന്നെ സമയത്തിന് സാർ രക്ഷിച്ചല്ലോ. അതിരിക്കട്ടെ, സാർ ആരാ? എന്നെ അറിയില്ലേ? ഫൈറ്റ് മാസ്റ്റർ ജീവിയാണ് ഞാൻ. എടോ, താനല്ലേ ഇന്ന് ട്രാഫിക്കിലൂടെ ബൈക്ക് സ്പീഡിൽ റേസ് ചെയ്തത്? താങ്ക് യു സാർ. സിനിമയിൽ അഭിനയിക്കാമോ? സാർ സഡൻലി ഇത്ര പെട്ടെന്നോ? സിനിമയിലോ? ഹീറോ ഒക്കെ ആയിട്ട്? എടോ, ഹീറോ ആയിട്ടല്ല, ഡ്യൂപ്പ്. അതേടോ, എന്റെ സിനിമയിൽ ഒരു ബൈക്ക് എപ്പിസോഡ് ഉണ്ട്. അതിൽ അഭിനയിച്ച 1 ലക്ഷം രൂപ ഞാൻ വാങ്ങിത്തരാം. ലക്ഷോ? അതേന്നെ, തനിക്ക് നല്ല ടാലന്റ് ഉണ്ട്, അത് ഉപയോഗിക്കടോ. ഇതാ എന്റെ കാർഡ്. ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ലൊക്കേഷനിലേക്ക് വാ. ഓക്കെ ഓക്കെ സാർ. ഓ, ആക്ഷൻ. എടാ, ഞാൻ നിന്നോട് പറഞ്ഞത് ഇവിടെ നിർത്താനാണോ? താൻ ചെയ്യണ്ടടാ. മാസ്റ്റർ ഇത് വലിയ പാടാ. ഹേയ്, നീ വല്ലാതെ തടിച്ചു പോയതുകൊണ്ടാടാ. അത്ര കറക്റ്റ് ആയിട്ട് ചെയ്യണമെങ്കിൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരാൾ വേണം. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് ഡയറക്ടർ സാറേ, ഇതാ ഞാൻ പറഞ്ഞ പയ്യൻ. ഓക്കെ. ഹലോ സാർ. ആ ബണ്ണി, വേഗം ഷോട്ടിന് റെഡിയാവും. ഓക്കെ സാർ. താങ്ക് യു എവരിബഡി. താങ്ക് യു മാസ്റ്റർ. സൂപ്പർ ആയിട്ടുണ്ട്, സൂപ്പർ. മാസ്റ്റർ, ആ പറഞ്ഞ ക്യാഷ് കൃത്യമായിട്ട് ഷൂട്ടിംഗ് കിട്ടുമല്ലേ? കഴിഞ്ഞ ഉടനെ തരാന്നേ. അത് മതി. ഞാൻ എന്താ ചെയ്യേണ്ടത്? ഒന്നുമില്ലെന്നേ, ആ കാണുന്ന ബിൽഡിങ്ങിന്റെ മുകളിൽ ചെന്നത് ഈ ബിൽഡിംഗ് ഇറങ്ങണം. എന്താ പറഞ്ഞേ? ആ കാണുന്ന ബിൽഡിങ്ങിന്റെ 10ാമത്തെ നിലയിൽ നിന്ന് ചാടി ഈ ബിൽഡിംഗ് ലാൻഡ് ചെയ്യണം, അത്രേ ഉള്ളൂ. അപ്പൊ കാശ് എങ്ങനെ തരും സാർ? നീ താഴെത്തി ഉടനെ തന്നേക്കാം. അതിന് ഞാൻ താഴേക്ക് വന്നാലല്ലേ? ബൈക്ക് വരും, പക്ഷെ ഞാനിങ്ങനെ മുകളിലോട്ട് പോയിക്കൊണ്ടേയിരിക്കും. യു ആർ ഫണ്ണി. നോ സാർ, ഐ ആം ബണ്ണി, വെരി സീരിയസ്. സാർ, ജമ്പ് ജയിച്ച് എന്റെ ജീവിതം കട്ട പുകയൊക്കെ നോക്കല്ലേ? ദീപ, ഒരു സെക്കൻഡ് ഫോൺ തന്നെ. താങ്ക് യു സാർ, മോളുടെ ഫോൺ. ഹലോ. അച്ഛാ, മധുവാ. ക്ലാസ് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തു. വീട്ടിലേക്ക് വരാൻ കുറച്ച് ലേറ്റ് ആവും. അതൊന്ന് പറയാൻ വേണ്ടിട്ടാ ഞാൻ ഫോൺ ചെയ്തത്. ഇതിനൊക്കെ ഇങ്ങനെ ഫോൺ ചെയ്യുന്ന എന്തിനാ? ശരി ശരി. ഓക്കെ അച്ഛാ. അവൾക്ക് എന്തോ എക്സ്ട്രാ ക്ലാസ് ഉണ്ടെന്നോ? ശരി സാർ. അതെന്താണെന്ന് അന്വേഷിക്കുക. ആയിക്കോട്ടെ സാർ. അവന്റെ പെർഫോമൻസ് കൊള്ളാല്ലേ? താങ്ക്സ്. എന്താടി ഇത്ര പെട്ടെന്ന് കഴിഞ്ഞോ? ഞാൻ കരുതിയത് ബോയ് ഫ്രണ്ടിനെ വിളിക്കാണെന്നാ. എനിക്ക് ബോയ് ഫ്രണ്ട് ഒന്നുമില്ല. എന്തിനടി ഇത്ര ചൂടാവുന്നത്? ബോയ് ഫ്രണ്ട് ഉള്ളത് നല്ല കാര്യമല്ലേ? നല്ല കാര്യമായി. എപ്പോഴും പഠിത്തം എന്ന ചിന്ത മാത്രമേ ഉള്ളൂ. അതിനിടയിൽ ചൂണ്ടയിടാൻ ഇവക്ക് ഇടുന്ന സമയം. അതേടി, എനിക്ക് പ്രേമത്തെയും കല്യാണത്തെക്കാളും എന്റെ പഠിത്തമാണ് മുഖ്യം. അതുകൊണ്ടാണോ? അത് മാത്രമല്ല, എന്റെ അച്ഛനാണെങ്കിൽ വലിയ ജാതിഭ്രാന്തനാ. ഞാൻ ആരെങ്കിലും പ്രേമിക്കുന്ന കാര്യം അറിയുകയാണെങ്കിൽ എന്റെ പഠിപ്പ് നിർത്തിയിട്ട് എന്നെ കല്യാണം കഴിച്ചയക്കും. ഇനി ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എന്നോട് പറയരുത്. ഓക്കെ, പ്ലീസ്. ഹായ്, ഐ ആം ശിൽപ ഫ്രം GMTV. ഈ എപ്പിസോഡിൽ നമ്മൾ യൂത്ത് ഒപ്പീനിയനെ കുറിച്ചാണ് അറിയാൻ പോകുന്നത്. ഹലോ സർ. ഹായ്, എന്താണ് പ്രശ്നം? ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞാൽ നിങ്ങൾ ചോദിക്കുന്ന പാട്ട് ലൈവിൽ വെച്ച് തരും. അങ്ങനെയാണോ? എന്നാ ചോദിച്ചോ. നിങ്ങളുടെ പേര്? ബണ്ണി. ഓക്കെ, വീട്ടിൽ ആരൊക്കെയുണ്ട്? എന്റെ വീട്ടിൽ അമ്മ, അച്ഛൻ, ചേട്ടൻ, ചേച്ചി, അനിയൻ, അനിയത്തി, അപ്പൂപ്പൻ, അമ്മൂമ്മ, ഇവരാരുമില്ല. ആരുമില്ല. അപ്പൊ അനാഥനാ? അതെന്താ നിങ്ങൾ ഇത്ര സന്തോഷത്തോടെ പറയുന്നത്? പിന്നെ നെഞ്ചത്തടിച്ച് നിലവിളിക്കണോ ഞാൻ? എന്റെ അച്ഛനമ്മയ്ക്കൊന്നും എന്നെ വേണ്ടാത്തോണ്ട് അവരാരാണെന്ന് ഞാനും തിരക്കിട്ടില്ല. എനിക്കതിൽ പ്രോബ്ലം ഇല്ല. കാരണം എല്ലാവരും എന്റെ ആൾക്കാരാണ്. വൗ. നെക്സ്റ്റ്, ലവിനെ പറ്റിയുള്ള ഒപ്പീനിയൻ അത് പോട്ടെ. ആണും
പെണ്ണും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിനെ പറ്റി എന്താ അഭിപ്രായം? മനസ്സിൽ വേറെ ഉദ്ദേശം വെച്ചുകൊണ്ട് കൈ ഇങ്ങനെ നീട്ടി ലെറ്റ് ബി ഫ്രണ്ട്സ് നമ്മൾ ചെയ്യിക്കാൻ കൊടുക്കുന്ന ചിലരുണ്ട്. അത്രയും കളത്തരം വേറെയില്ല. ആ മാതിരി ഫ്രണ്ട്ഷിപ്പിനോട് എനിക്ക് താല്പര്യമില്ല. ഈ പ്രോഗ്രാമിലൂടെ നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സിന് വല്ല മെസ്സേജ് കൊടുക്കാനുണ്ടോ? ഫ്രണ്ട് ഒരു ശത്രുവിന് കൊടുക്കാം. ഏയ് കാന്തമ്മ, നീ അവിടെ എന്തെടുക്കാടി? വെറും 400 രൂപയ്ക്ക് നീ എന്നെ ഒറ്റിക്കൊടുത്തില്ലേ? ഇല്ല, നിന്നെ ഞാൻ വെറുതെ വിടില്ല. നീ കുത്തിയിരുന്ന് പഠിക്കുന്ന ഡോക്ടർ പഠിത്തം പാതി വഴിക്ക് നിന്ന് പോകൂടി. നിനക്ക് ഇഷ്ടമില്ലാത്തതിനോട് നിന്റെ കല്യാണം നടക്കൂടി. നിന്നെ കെട്ടുന്നവൻ എന്നും വെള്ളമടിച്ചു വന്ന് നിന്നെ തല്ലി 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 നിന്റെ പല്ലടിച്ച് താടിയിടോടി. നിനക്കൊരു തറ അമ്മായിമേ ഒരു ലോഡ് രാക്ഷസ പിള്ളേരുണ്ടാവൂടി. അവരെല്ലാവരും കൂടി നിന്നെ കടിച്ച് 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 കയറി കൊല്ലൂടി. നീ കാന്തമ്മ മേഡം, ഇയാളോട് എന്തിനാ ഇങ്ങനെ വഴക്കിടുന്നേ? അയാളുടെ പണം അങ്ങ് കൊടുത്തൂടെ? ഓക്കെ, സോ ഫൈനലായി ഒന്നുകൂടി ചോദിക്കട്ടെ, യൂത്ത് ഹാപ്പി ആയിരിക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അത് പറയുന്നതിനോടൊപ്പം കുറച്ച് വിഷലൂടെ ആയാലും. എങ്ങനെ? 2-3 ദിവസം ഞാൻ ഡാൻസ് ക്ലാസ്സിൽ പോയിട്ട് വന്നേ. അതങ്ങനെ മനസ്സൊന്നും നേരെ നിന്നിട്ട് വേണ്ടേ? ചേച്ചി വിശക്കുന്ന ചേച്ചി, രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ല. ഇങ്ങനെ തെണ്ടാതെ നിനക്ക് ജോലി എടുത്ത് ജീവിച്ചൂടെ? ജോലി ഉണ്ടായിരുന്നു, ചൈൽഡ് ജോബ് എന്ന് പറഞ്ഞ് തിരിച്ചയച്ചു. ഇത്രയും ചെറിയ പൈസ കൊണ്ട് ഇത്രയും വലിയ വയറ്റിൽ എന്ത് ചെയ്യാനാ ചേച്ചി? ആൾ ഇത്രയുള്ളെങ്കിൽ വാചകത്തിനൊരു കുറവില്ല. വിളഞ്ഞ വിത്തൈവൻ. ആഹാരം കഴിക്കാൻ വേണ്ടിയല്ലേ ഇങ്ങനെയൊക്കെ പറയുന്നത്? വേടാ, ഞാൻ നിനക്ക് വല്ലതും വാങ്ങിത്തരാം. മോളെ, കൊടുക്കം വേലി കിടന്ന പാമ്പാവല്ലേ? ഇരിക്കും. ഏയ് ബേരർ, ഉപദ്രവമായല്ലോ. ഇയാൾ ഉറങ്ങുവാണോ വീഴ്ചിരിക്കുകയാണോ? എന്താടാ അവിടെ കസ്റ്റമേഴ്സ് വിളിച്ചിട്ട് ഗോഷ്ടി കാണിച്ചോണ്ടിരിക്കണേ? സോറി സാർ. ചെല്ലടാ. ഏയ്, എന്താ വേണ്ടേ? ഗീവ് റെസ്പെക്ട് ടു ദ കസ്റ്റമേഴ്സ്. എന്താ വേണ്ട മാഡം? കോമൺ സെൻസ് ഇല്ലേടോ? മെനു കാർഡ് കൊണ്ടുവാ. കാന്തമ്മേ, അതൊന്നും വേണ്ട ചേച്ചി, ഞാൻ പറഞ്ഞോളാം. 1 crisp vegetable pizza, 1 chicken hot dog, 1 mushroom pizza with tomato, 1 Mexican green apple, 1 cheese tomato, 1 barbecue chicken with red pepper, 1 garlic bread sheet, 1 chicken sandwich, 1 chicken burger, 2 chicken roll and 1 diet coke. അണ്ണാ, കോക്കിൽ സ്ട്രോയിറ്റ് ഉണ്ടേ? ഇതിനെല്ലാം ബില്ല് തിന്നാതാണ് നിന്റെ വയറ് നിറയലോടാ. ഷട്ട് അപ്പ്. ആഫ്റ്റർ യു ആർ എ ബേറർ. മോൻ എന്ത് ഓർഡർ ചെയ്തോ അത് കൊണ്ടുവന്ന് കൊടുക്ക. ചെല്ല. മോനാണോ? ശരിയാക്കി തരാടി. ഇത്രയൊക്കെ ഐറ്റംസ് ഓർഡർ ചെയ്ത് തെറ്റായി പോയോ ചേച്ചി? എന്റെ തെറ്റാ മോനെ. നീ ഇവിടെ നിന്ന് കഴിക്കുമ്പോഴേക്കും ഞാൻ പോയി ഫ്രണ്ട്സിന്റെ അടുത്തുനിന്ന് ക്യാഷ് വാങ്ങിട്ട് വരാം. ഓക്കെ? നീ എവിടെയുള്ളാടാ? ഈ ചുറ്റോട്ടത്തൊക്കെ ഉള്ള അണ്ണാ. ഒരു ഒറ്റ അടിയൊന്നാണല്ലോ. നിന്റെ കൂടുതലൊക്കെ എവിടാ? കഷ്ടപ്പെട്ട് പിച്ചെടുക്കുവാ അണ്ണാ. അവരെല്ലാവരും കിടന്ന് കഷ്ടപ്പെടുമ്പോ നീ മാത്രം തിന്നുന്നത് ശരിയാണോടാ? അണ്ണാ, ഞാൻ പറയുന്നതിന് അർത്ഥം മനസ്സിലായോടാ? ഒരു ചിക്കൻ റോൾ ഇങ്ങോട്ട്. എല്ലാം കൂടി. എടാ ദുഷ്ട, ഇവൻ ചോദിച്ചതെല്ലാം നീ അങ്ങ് കൊടുത്തോ? മാഡം, ഐ ആം ആഫ്റ്റർ ഓൾ ബെയറർ. ഇതെല്ലാം നിങ്ങളുടെ മോൻ ചെയ്ത ഓർഡർ. എന്റെ കയ്യിൽ ഇത്രയും കാശില്ല. മര്യാദക്ക് ബില്ല് കൊടുത്തിട്ട് പോവാൻ നോക്ക്. ശരി ശരി, ഞാൻ പോയി എന്റെ ഫ്രണ്ട്സിന്റെ അടുത്തുള്ള കാശ് വാങ്ങി മുങ്ങാൻ നോക്കുവാണ്. ഞാനും കൂടി വരാം. അവിടെ നിൽക്ക്. കുഞ്ഞി കണ്ടവനോട് കലു കാണിക്കാൻ പോയതിന്റെ പദവാ. നാണം കിട്ടും. ഏയ്, എന്റെ വണ്ടി കയറി എന്തിനാ? നിന്റെ വണ്ടിയിൽ വാ. പറ്റിച്ചിട്ട് പോകാന്നായിരിക്കും. വെറും 400 രൂപയ്ക്ക് നീ ഒതുക്കിയതല്ലേ. പിന്നെ 10,000 രൂപയുടെ കാര്യത്തിൽ ഇങ്ങനെ വിശ്വസിക്കും. വിട്ടോ വിട്ടോ വിട്ടോ, സമയം കളയാനല്ല, വേറെ നോക്കി വിട്ടോ. ഇങ്ങനെ പോവാണെങ്കിലേ 4 ദിവസം കഴിഞ്ഞാലും ക്യാഷ് കിട്ടില്ല. ഇറങ്ങി ഇറങ്ങി. നമ്മുടെ സാറിന്റെ മോള് ഒരുത്തന്റെ വണ്ടിയുടെ പുറകെ കയറി ദേ പോകുന്നു നോക്ക്. പോയി പാർക്കിംഗിൽ എങ്ങനെ വെയിറ്റ് ചെയ്യും. ഞാൻ കാശ് വാങ്ങിട്ട് പോരാ. താൻ പോയിട്ട് വരുമോ? വന്നില്ലെങ്കിൽ താൻ എന്റെ വണ്ടി കൊണ്ടേ. ഈ വണ്ടി തന്നെ അല്ലേ? അന്ന് പിസ്സ കോർണറിൽ വെച്ച് തല്ലിയത് അവനാണ്. എന്താടാ
നീ എന്റെ പിള്ളേരെ തല്ലുവല്ലടാ. ധൈര്യം ഉണ്ടെങ്കിൽ ഇപ്പൊ തല്ലി നോക്കടാ. ചേട്ടാ വേണ്ട ചേട്ടാ, പ്ലീസ് പ്ലീസ് ചേട്ടാ വേണ്ട ചേട്ടാ പ്ലീസ്. ഡാടാ നിക്കടാ. നിങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് അവനെ തല്ലിയാൽ ഒരു നിമിഷം കൊണ്ട് കാര്യം കഴിയില്ലേ? അത് ശരിയാവില്ല. നിങ്ങൾ ഓരോരുത്തരും ഓരോ മിനിറ്റ് വീതം അവനെ തല്ലുകയാണെങ്കിൽ 15 മിനിറ്റ് ഫുൾ ടൈം പാസ്. ചേട്ടാ പ്ലീസ് ചേട്ടാ. അവന്റെ പേര് കണ്ടോടാ. ചേട്ടന്മാരെ ഞാൻ പറയുന്നേക്ക്, ഞാനിപ്പോ ഡ്യൂട്ടിയില്ല. എനിക്ക് കളയാൻ 15 മിനിറ്റ് സമയമില്ല. 3 പേര് വെച്ച് വരികയാണെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് കാര്യം തന്നെ. പേടിച്ചു പോയോ? അയ്യേ, ഇതെങ്ങനെ ശരിയാവുന്നത്? ഇത്ര പെട്ടെന്ന് വീണ് പോയോ? 4 പേര് വെച്ച് പോയോ? ടൈം ഇനി ബാക്കിയുണ്ട്. നീ മ്യൂസിക്കില്ലാതെ അടിക്കില്ലെന്ന് പറഞ്ഞിട്ട്. അടിക്കാൻ മ്യൂസിക്കിന്റെ ആവശ്യമില്ലടാ, ഒരു മൂഡ് ഉണ്ടായിരുന്നാ മതി. അളിയാ ഇനി 2 മിനിറ്റ് ടൈം ഉണ്ടല്ലേ? പോയി 2 പേരും കൊണ്ട് വിളിച്ചോണ്ടാ സമയം കളയാം. സോറി, ഞങ്ങൾക്ക് താല്പര്യമില്ല. കൊണ്ടുപോടാ. എന്തായിരുന്നു ചേട്ടന്റെ വണ്ടി ഒരു പെണ്ണ് എടുത്തോണ്ട് പോകാറുണ്ട്. അത് പറയാൻ വന്നപ്പോഴാ ചേട്ടൻ എന്റെ കൂപ്പിലിട്ട് ഇടിച്ചത്. അവള് വീണ്ടും എന്നെ പറ്റിച്ചു കളഞ്ഞല്ലോ. സാറേ മോള് വരുന്നുണ്ട്. എന്താ നീ ഇത്രയും താമസിച്ചത്? ക്ലാസ് കഴിഞ്ഞത് ഇപ്പോഴാച്ചാ. വെക്കോ. സാറേ ആ പയ്യനെ കുറിച്ച്. മണി, ഇന്നലെ നമ്മുടെ കാശ് തരാതെ മുങ്ങിയ പെണ്ണില്ലേ, അവള് വന്ന് കാശ് മുഴുവൻ തന്നു. തന്നോ? അവിടെ ഇരിപ്പുണ്ട്. കുഴപ്പമില്ലല്ലോ. ബണ്ണി ബണ്ണി ഒന്ന് ഹെൽപ്പ് ചെയ്യോടാ. എന്റെ ലവർ ശാന്തിയാ അവിടെ ഇരിക്കുന്നത്. ഞങ്ങൾ തമ്മിൽ ഇപ്പൊ പണക്കത്തില്ല. ഈ ലെറ്റർ ഒന്നുകൊണ്ട് അവളുടെ ബുക്ക് വെക്കോടാ. നീ എന്നെ കുറിച്ച് എന്താ വിചാരിച്ചേ? അളിയാ അതല്ലടാ. ബ്രോക്കർമാരോടും പറയടാ. പ്ലീസ് ഡാ, പ്ലീസ് ഡാ. നിന്നെ മാത്രം എനിക്ക് വിശ്വാസമാണ്, അതുകൊണ്ടാടാ. പ്ലീസ് ദാ മോനെ, പ്ലീസ്. അവിടെ ആ ബ്ലൂ ചുരിദാർ പ്ലീസ് ദാ. നമ്മുടെ പാർട്ടികളാ. ദാദാ താങ്ക്സ്. ഹായ് കാന്തമ്മ. ലുക്ക്, നിന്റെ കാശ് കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി എന്നോട് മിണ്ടാൻ വന്നേക്ക്. പാചകം മടി നിർത്തൂ. ഫുഡ് കൊള്ളില്ല. ഇത് എത്ര ദിവസമായതാ? ലുക്ക് മാഡം, ഈ ഷോപ്പിൽ ഫ്രഷ് ഐറ്റംസേ ഉള്ളൂ. നിന്നെ പോലെയല്ല. എന്താ ശരിയല്ലേ? പിന്നെ മോരവണ്ടി. ഞാൻ പോവാ. ലേറ്റ് ആയാൽ അച്ഛൻ വഴക്കു പറയും. ലെറ്റർ വെച്ചത് അവള് പോടാ. ലെറ്റർ പോയടാ. ഒരു ലെറ്റർ അല്ലേ, അത് പോട്ടടാ. സൂപ്പർ സാമ്പാർ. ഇത് വെറും മധു, എനിക്കല്പം സംസാരിക്കാനുണ്ട്. വേഗം കഴിച്ചിട്ട് വാ.
കഴിക്കുമോളെ. പേര് അരവിന്ദ്, ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് പോലീസ്. നമ്മുടെ സമുദായത്തിലെ ഒരു വലിയ കോടീശ്വരൻ. നിന്റെ ഫോട്ടോ കണ്ടപ്പോ തന്നെ അയാൾക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു. അടുത്ത മാസം 10-ാം തീയതിയാ കല്യാണം. കല്യാണത്തിന് ഇനി 10-20 ദിവസം പോലും തികച്ചില്ല. ഇൻവിറ്റേഷൻ കാർഡ് ഇന്ന് കിട്ടും. വിളിക്കേണ്ടവരുടെയൊക്കെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കണം. ഒരാളെ പോലും വിട്ടുപോകരുത്. ശരി സാർ. അച്ഛാ, ഇത്ര പെട്ടെന്ന് കല്യാണത്തിന് ഞാൻ എന്ത് തെറ്റാ ചെയ്ത്? തെറ്റൊന്നും ചെയ്തില്ലേ നീ? സാർ, എന്റെ മോള് നീ എവിടെ വെച്ച് കണ്ടെന്നാ പറഞ്ഞത്? നേതാജി സർക്കിളിലൂടെ ഒരു പയ്യന്റെ കൂടെ വണ്ടി പോകുന്നുണ്ട്. എനിക്ക് അവനോട് യാതൊരു ബന്ധമില്ല അച്ഛാ. അന്നൊരു ദിവസം പിസ്സ ഹട്ടിൽ വെച്ച്. മിണ്ടരുത്. അവനുമായിട്ട് ഒരു ബന്ധവും ഇല്ലെങ്കിൽ പിന്നെ നിന്റെ ബുക്കിനകത്ത് അവന് ലവ് ലെറ്റർ എങ്ങനെ വന്നു? എനിക്കറിയില്ല അച്ഛൻ, സത്യമായിട്ട് എനിക്കൊന്നും അറിയില്ല. എന്നെ വിശ്വസിക്കണം. അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞില്ലേടാ നിന്നോട്? ആരും ഇടപെട്ട് പോകരുത്. നമ്മുടെ സമുദായത്തിൽ നിന്ന് ആരെങ്കിലും ഒരാൾ പുറത്തു പോയാൽ ഒറ്റ വോട്ടേ പോകത്തുള്ളൂ. എന്നാൽ എന്റെ മോളാണ് പോകുന്നതെങ്കിൽ ആ ഒറ്റ വോട്ട് 1,00,000 വോട്ടിന് തുല്യമാണ്. വേണ്ടിപ്പോകരുത്. തീരുമാനിച്ച കല്യാണം നടക്കും. നിന്റെ പഠിത്തവും ആട്ടവും ഒക്കെ ഇനി നിർത്തിക്കോ. മധു, ഇത്രയും കാലം നീ കഷ്ടപ്പെട്ട് പഠിച്ചതൊക്കെ വെറുതെ ആയല്ലോ. ഇതിനെല്ലാം കാരണം ആ ലെറ്ററാ. അതവളുടെ ബുക്കിൽ വെച്ചവൻ ആരായാലും അവൻ എന്റെ കയ്യിലെങ്ങാനൊന്ന് കിട്ടിയിരുന്നെങ്കിയാ. ഡോക്ടർ അമ്മമാരെന്താ ഒരു ഗൂഢാലോചന? എടി പൊന്നമ്മേ മാറി. തങ്കമ്മേ, അരെ ശാന്തമ്മ സിംഗേ. എടോ കാന്തമ്മേ, ഇന്നലെ മിസ്റ്റേക്ക് പറ്റി ഒരു ലെറ്റർ തന്റെ ബുക്കിൽ ആയിക്കോട്ടെ. അത് തനിക്കുള്ളതല്ല, ശാന്തിക്ക. അങ്ങ് കൊടുത്തേക്ക്. വിജയ് തന്നാ താങ്ക്സ്. ഇങ്ങനെ പറഞ്ഞ എങ്ങനെ മനസ്സിലാവുന്നത്? ആരെങ്കിലും ഒരാൾ പറ. എങ്ങനെയാ പറയേണ്ടത്? എന്റെ ജീവിതം നശിപ്പിച്ചപ്പോ നിനക്ക് സമാധാനമായില്ലേ? ഈ കല്യാണം നടന്നു നീ എന്റെ ശവമായിരിക്കും പിന്നെ കാണുന്നത്. അപ്പോഴേ നിനക്ക് മനസ്സിലാവും നീ എത്ര വലിയ തെറ്റാ ചെയ്തെന്ന്. ഇങ്ങനെയൊക്കെ ആവുന്ന ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല. ഐ എം റിയലി വെരി സോറി. ഞാൻ അറിയാതെ ചെയ്തു പോയത് തെറ്റാണെങ്കിലും തനിക്ക് വേണ്ടി ഞാൻ അതിന് പ്രായശ്ചിത്തം ചെയ്യും. ഇറ്റ്സ് എ പ്രോമിസ്. അളിയ ബണ്ണി ടെൻഷൻ അടിക്കാതെ. കല്യാണം നടത്താനാ പാടും, മുടക്കാൻ ഒരു പാടുമില്ല. അതിരിക്കട്ടെ, പയ്യനാരാണെന്ന് പറ. ഏതോ ഒരു DCP അരവിന്ദ്. DCP അരവിന്ദോ? വേണ്ടടാ, അയാൾ ഇടിയിൽ PhD എടുത്തവനാ. എന്താ അളിയ, നീ കോളേജ് പിള്ളേർ ഇടിച്ച പോലെ ഇതത്ര ഈസി ആണെന്നാണോ? ആ DCPക്ക് തോക്ക് വെറും പേന പോലെ അറിയോ? എടാ അളിയ, സൂപ്പർ ഐഡിയ ഉണ്ട്. ആ DCPക്ക് എയ്ഡ്സ് ഉണ്ടെന്ന് പറഞ്ഞാലോ? വേണ്ട, ഇനി നിങ്ങളുടെ ആരുടെ ഐഡിയ ഒന്നും ആവശ്യമില്ല. ഹലോ സർ, DCP അരവിന്ദാണോ സർ? സ്പീക്കിംഗ്. സർ, എന്റെ പേര് ബണ്ണീന്ന. സർ, എനിക്ക് സാറിനെ ഒന്ന് പേഴ്സണലായിട്ട് കാണണം. എടാ അളിയ, നീ പോയി എന്താ പറയാൻ പോകുന്നത്? എന്താ പറയണമെന്ന് അറിയില്ല. എങ്ങനെ കല്യാണം മുടക്കിയേ പറ്റൂ, അത് മാത്രമേ അറിയൂ. വിജയ, എന്താ അളിയ? ഞാൻ ട്രൈ ചെയ്യുന്നത് നടന്നില്ലെങ്കിൽ ഡൗട്ടേ വേണ്ട. ഡെഡ് ബോഡിയാ. നീ പേടിക്കാടാ, ഒരു കുഴപ്പമുണ്ടാവില്ല. ഈ പറഞ്ഞ എന്റെ കാര്യമല്ലടാ, പിന്നെ നിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. എല്ലാം നീയായിട്ട് വരുത്തി വെച്ചല്ലേ. ഞാൻ വരട്ടെ. അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യും. സാർ പോയി. ശരി സാർ. അളിയ, കുഴപ്പമുണ്ടെങ്കിൽ മിസ് കോൾ അടിക്കണേ. ഓടി രക്ഷപ്പെടാനായിരിക്കും. എവിടെ അവന്മാര്?
ഇയാളെ ശരിയാക്കാൻ പറ്റുമോ ഞാനൊന്ന് നോക്കട്ടെ. ഇവിടെ മാറ്. സർ ഞാൻ ഫോൺ ചെയ്തില്ലേ? വാട്ട് ഫോൺ? ഇന്നലെ ഒരു പേഴ്സണൽ കാര്യം പറയണമെന്ന് പറഞ്ഞ്. ഓ ബന്നി. സിറ്റ് സിറ്റ്. താങ്ക് യു സർ. വാട്ട്സ് ദ മാറ്റർ? സർ സർ അത് മധുമതിയെ കല്യാണം കഴിക്കാൻ പോകുന്നത്. യെസ് ഓഫ് കോഴ്സ് ഞാൻ തന്നെ. എന്താ കാര്യം? സർ അതെ അതെ. കം ഓൺ മാൻ, ടൈം പോകുന്നു. സർ സർ ഈ മാരേജ് നടന്നുകൂടാ സർ. വാട്ട്? എന്താ എന്താ പറഞ്ഞേ? വൈ? കമോൺ കമോൺ ടെൽ മീ. എന്താ നടക്കാൻ പാടില്ല എന്ന് പറഞ്ഞേ? എന്താ നീ ഉദ്ദേശിക്കുന്നത്? കമോൺ കമോൺ. എന്റെ കല്യാണം മുടക്കാൻ വന്നാണോ? യു വാണ്ട് ടു സ്റ്റോപ്പ് മൈ മാരേജ്? നോ നോ. നീ എന്തിനാ അങ്ങനെ പറയുന്നത്? വൈ ഡിഡ് യു ടെൽ മീ ദാറ്റ്? അതിനെന്തെങ്കിലും കാരണമില്ല നീ പറയില്ലല്ലോ. എന്തെങ്കിലും ഉണ്ടായിരിക്കുമല്ലോ അല്ലേ? പറയണം. കാരണം ഉണ്ടെങ്കിൽ അത് പറയാൻ നീ പറയുന്നു. അതോ ഞാനും മധുമതിയും കുറെ നാളായിട്ട് പ്രേമത്തിലാണ് സർ. ഞാൻ പ്രേമിക്കില്ല സർ. ഞാൻ പ്രേമിക്കില്ല സർ. പ്ലീസ് പ്രോമിസ് സർ. പ്ലീസ് സർ. പ്ലീസ് സർ. പ്ലീസ്. നിന്റെ ജോലി എന്താ? വാട്ട്? പിസ്സ ഡെലിവറി. പിസ്സ ഡെലിവറി ബോയ്? ആ പെണ്ണിന്റെ റേഞ്ച് എന്താണെന്ന് എനിക്കറിയോ? യു നോ മൈ സ്റ്റാറ്റസ്. അവളെ ഞാൻ മഹാറാണിയാക്കും. മഹാറാണി ആക്കൂടാ ഞാൻ. എന്നാ നീയോ? നീ എന്ത് വേണമെങ്കിലും പറഞ്ഞോ. എന്നാലും അവളെ മാത്രമേ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നുള്ളൂ. നിനക്ക് എന്ത് ചെയ്യാമെങ്കിലും ചെയ്തോ. ഞാൻ പൊക്കോളാം സാർ. സാർ അവളെ തന്നെ കല്യാണം കഴിച്ചോ. പക്ഷെ നിങ്ങളുടെ കല്യാണം നടക്കുന്ന ആ നിമിഷം തന്നെ എന്റെ മധുമതി സങ്കടം സഹിക്കാൻ വയ്യാതെ ആത്മഹത്യ ചെയ്തിലേക്ക് നോക്കിക്കോ സാർ. അവള് പോയ പിന്നെ ഒരു നിമിഷം പോലും ഞാൻ ജീവിച്ചിരിക്കില്ല. അവള് പോയിടത്തേക്ക് ഞാനും പോവും. അവള് പോയിടത്തേക്ക് ഞാനും പോവും സാർ. പിന്നെ ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കില്ല. അല്ലെങ്കിൽ സാറ് കണ്ടോ? അടുത്ത ഡെലിവറിക്ക് സമയമായി. പോവാം. അല്ല അളിയ ഇത് വർക്കൗട്ട് ആവൂ? പിന്നെ ആ DCP നമ്മുടെ പെർഫോമൻസിൽ ഫ്ലാറ്റ് ആയില്ലടാ. നിങ്ങൾ തമ്മിൽ പ്രേമിക്കുന്ന കാര്യം ആ DCPയോട് പറഞ്ഞൊക്കെ ശരി. ആ കാര്യം ആ പെണ്ണിനോട് പറഞ്ഞ? അവളോട് എന്തിനാടാ പറയുന്നത്? ഒരുപക്ഷെ DCP അത് ആ പെണ്ണിനോട് ചോദിച്ചാ? എന്റെ ഈശ്വര, ഇന്നാ DCPയുടെ കൈക്ക് ജോലിയാവുമല്ലോ. എക്സ്ക്യൂസ് മീ, ഇവിടെ മധുമതി തേർഡ് ഇയർ. ഒരു സെക്കൻഡ് വിളിക്കാമോ? സാറ് വുഡ് ബി അങ്ങനെ പറയൂ. ഓക്കെ സാർ. സാർ യൂണിവേഴ്സിറ്റി കോളേജിൽ നമ്മൾ ഗംഭീരാടി സാർ. രണ്ടുപേരെ സ്പോട്ടിൽ തീർന്നു പോയി സാർ. സാർ പെട്ടെന്ന് വരണം, എന്തെങ്കിലും ചെയ്യണം. ഹലോ ഹലോ സാർ, വേഗം വരണം സാർ, വേഗം വേഗം വരണം. നാളെ മുതൽ ഞാൻ കോളേജിൽ വരില്ല. കല്യാണം കഴിഞ്ഞാലും നിനക്ക് പഠിക്കാവുന്നല്ലേ ഉള്ളൂ. അതിന് അയാൾക്ക് സമ്മതമില്ലാന്ന്. മധുമതി, കുട്ടിയെ കാണാൻ വേണ്ടി ആരോ വന്നിരിക്കുന്നു. ആരാ? ഉഡ്ബിയാണെന്നാ പറഞ്ഞത്. ഇവനോ? നീ എന്റെ ബുദ്ധിയാണെന്ന് പറഞ്ഞു. ഞാൻ എന്തിനാണോ അങ്ങനെ പറയുന്നത്? പിന്നെ എന്താ നീ പറഞ്ഞത്? നമ്മൾ രണ്ടുപേരും ലവേഴ്സ് ആണെന്ന് ഞാൻ പറഞ്ഞോളൂ. നമ്മൾ തമ്മിൽ ലവ് ആണെന്ന് പറഞ്ഞോ? നിനക്കെന്താ ഭ്രാന്തുണ്ടോ? അയ്യോ, ആ DCP ആയിട്ട് രണ്ടുപേരും തട്ടും. അപ്പോ ആ DCPയോട് നീ പറഞ്ഞോ? അയാളോട് പറയാതിരുന്ന എങ്ങനെയാ? ഞാൻ അങ്ങനെ പറഞ്ഞതേ DCPയോടാ. DCPയോടോ? എടാ വെണ്ടേ, അയാളോട് എന്തിനാ അങ്ങനെ പറഞ്ഞേ? എടോ, ആ കല്യാണം മുടക്കാൻ വേണ്ടി വേറൊരു വഴിയില്ലാത്തോണ്ടാ എനിക്ക് അങ്ങനെ പറയേണ്ടി വന്നത്.
ആ DCP ഒന്ന് ചോദിച്ചാലും താൻ അങ്ങനെ പറയാവൂ പ്ലീസ്. നിന്നെ ഞാൻ പ്രേമിക്കുന്നു പറയാനോ? നോ, ഇംപോസിബിൾ. എടോ, അങ്ങനെ പറഞ്ഞാൽ തന്റെ കല്യാണം നടക്കില്ല. താൻ അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ആ DCP എന്നെ കൊന്നുകളയും. അതുകൊണ്ടാ പ്ലീസ്. വേറെ എന്തൊക്കെ പറഞ്ഞാലും നിന്നെ പ്രേമിക്കുന്നു മാത്രം ഞാൻ പറയില്ല. പ്ലീസ്, അല്ലെങ്കിൽ DCP എന്നെ. ആർക്കാതൊരു ധൈര്യം? എന്നെ വിളിച്ച് കള്ളം പറഞ്ഞാണെന്നോ? ഷിറ്റ്, അവൻ ആരാണെന്ന് വേഗം അന്വേഷിക്കുക. ഐ ഹാവ് സം പേഴ്സണൽ വർക്ക്. നീ ഇവനെ പ്രേമിക്കുന്നുണ്ടോ? പറയാൻ. എത്ര നാളായി? 5 വർഷമായി. അങ്ങനെയാണെങ്കിൽ കല്യാണം കഴിച്ചൂടെ? പഠിത്തം പൂർത്തിയാക്കിയിട്ട് കഴിക്കാന്ന് വിചാരിച്ചു. എന്നോട് നേരത്തെ പറയായിരുന്നല്ലോ. എന്റെ സ്റ്റാറ്റസ് എന്താണെന്നറിയില്ലേ? എന്ത് സ്വപ്നങ്ങളാ ഞാൻ കണ്ടെന്നറിയോ? നിനക്ക് വേണ്ടി കാഞ്ചീപുരത്തുനിന്ന് 100 പട്ടുസാരിയാ ഞാൻ വാങ്ങിയത്. സാർ, വേണമെങ്കിൽ പട്ടുസാരി മുഴുവൻ ഞാൻ വിറ്റുതരാം. ഇക്കാര്യം നിന്റെ അച്ഛനറിയാമോ? അയ്യോ സാർ, അദ്ദേഹത്തോട് പറഞ്ഞാൽ മനസ്സിലാവില്ല. സാർ ഒരു ജെന്റിൽമാൻ ആയതുകൊണ്ട് ആരാടാ സാറിനോട് പറഞ്ഞ ഞാൻ ജെന്റിൽമാൻ ആണെന്ന്? I am not a gentleman. 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 ഞാൻ ജെന്റിൽമാനെ അല്ല. I am not a gentleman. I am not a gentleman. I am not a gentleman. മധു, അന്ന് കണ്ട ലെറ്റർ എനിക്കുള്ളതായിരുന്നു എന്ന് ഞാൻ എന്റെ ഡാഡിയോട് പറയട്ടെടി. ഇനി എന്ത് പറഞ്ഞിട്ടെന്താ? എന്റെ പേടിയല്ല DCP വന്ന് എന്റെ അച്ഛനോട് ഇതൊക്കെ പറയൂ എന്നുള്ളതാ. അവനെ ഞാനൊരു പാഠം പഠിപ്പിക്കും. എന്നെ കുറിച്ച് അവൻ എന്താ വിചാരിച്ചേ? എന്റെ തല കുനിപ്പിച്ചു കളഞ്ഞില്ലേ അവൻ? അവനെ ഞാൻ വെറുതെ വിടുമെന്ന് കരുതണ്ട. ഞാൻ ആരാണെന്ന് അവന് കാണിച്ചു കൊടുക്കാം. എങ്ങനെ വിഷമിക്കാതിരിക്കും? എനിക്കുണ്ടായ അവമാനം എത്രത്തോളമാണെന്ന് നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലായില്ലടാ. എന്ത് പറ്റിയടാ? എന്തിനാ ഇങ്ങനെ ബഹളം വെക്കുന്നേ? ആ DCP തെണ്ടി പറയുക അവനിപ്പോ ഉടനെ കല്യാണം വേണ്ടെന്ന്. കാര്യം എന്താടാ? ആർക്കറിയാം? എത്രയൊക്കെ ചോദിച്ചിട്ടും പറഞ്ഞു തുളയ്ക്കണ്ടേ അവൻ? അച്ഛൻ ദേഷ്യപ്പെടില്ലെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ? എന്താ? അന്ന് കണ്ട ആ ലെറ്റർ എനിക്കാരും തന്നതല്ല. ഇവളുടെ ബോയ്ഫ്രണ്ട് ഇവൾക്ക് എഴുതി കൊടുത്തതാ. അതെ അങ്കിൾ, ആക്ച്വലി എന്താ ഉണ്ടായെന്ന് വെച്ചാ ആ ബുക്സ് എന്റെയാണെന്ന് കരുതി. വെക്കോ, മേലാൽ എന്റെ മോളോട് മിണ്ടിപ്പോകരുത്. അച്ഛാ, ഏതായാലും കല്യാണം മുടങ്ങിപ്പോയില്ലേ? ഞാൻ തെറ്റൊന്നും ചെയ്തില്ല എന്ന് അച്ഛന് മനസ്സിലായല്ലോ. നാളെ മുതൽ ഞാൻ കോളേജിൽ പോയിക്കോട്ടെ അച്ഛാ, പ്ലീസ്. എന്താ കാന്തമ്മ മേഡം, നല്ല ഹാപ്പിയിലാണല്ലോ. അപ്പൊ കല്യാണം മുടങ്ങിയല്ലേ? എന്നിട്ടാണ് ഒരു താങ്ക്സ് പോലും പറയാത്തെ? എന്തിനു പറയണം? താൻ തെറ്റിയതിട്ടല്ലേ സോൾവ് ചെയ്യേണ്ടി വന്നത്. ഇതിനത്ര റിയാക്ഷനോ? ഒറിജിനൽ ഗണ്ണ അയാളെന്റെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചത്. അന്നേരത്തെ അവസ്ഥ താനൊന്ന് ആലോചിച്ച് നോക്ക്. ജസ്റ്റ് മിനിറ്റ്. ഹലോ സാർ, 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 സാർ. ശരി സാർ. സാർ, ഓക്കെ സാർ. ആരാ? നമ്മുടെ DCP-യാ. നമുക്ക് രണ്ടുപേർക്കും വേണ്ടി ലഞ്ച് അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. ഞാനെങ്ങും വരില്ല. വരണ്ട, അല്ലെങ്കിലേ പോലീസുകാർക്ക് സംശയം കൂടുതലാ. സത്യം പറഞ്ഞാൽ വീണ്ടും താനുമായിട്ടുള്ള കല്യാണം ഫിക്സ് ചെയ്യും. അത് മുടക്ക എന്നെ വിളിച്ചേക്കരുത്. ഞാൻ വരുന്നില്ല.
ഐ എം സോറി ബണ്ണി. ഇന്നലെ ഞാൻ നിന്നോട് അങ്ങനെ ബിഹേവ് ചെയ്യാൻ പാടില്ലായിരുന്നു. ആക്ച്വലി ഐ എം എ ജെന്റിൽമാൻ. ഈ ക്രിമിനൽസും പോലീസുകാരും അവരുടെയൊക്കെ ഇടയിലുള്ള ജീവിതമല്ലേ മോശമായി, പാടില്ലായിരുന്നു, മോശമായി പോയി. എനിവേ, യു ആർ മൈ ടു ബ്യൂട്ടിഫുൾ റോസസ്. ഐ എം സോറി. സാരമില്ല സാർ, ഞങ്ങളുടെ സ്നേഹം സാറ് മനസ്സിലാക്കിയല്ലോ, എനിക്കത് മതി. യു നോ മധു, ബണ്ണിയുടെ ക്യാരക്ടർ നിനക്ക് നല്ലതുപോലെ അറിയൂ. തന്നെ പോലെ ഉണ്ടായാൽ മതി, ആ പ്രദേശത്തുള്ള മൊത്തം പെൺകുട്ടികളുടെ ജീവിതം വേസ്റ്റ് ആവാൻ. ഇഫ് യു ഡോണ്ട് മൈൻഡ്, ഫസ്റ്റ് ടൈം നിങ്ങൾ രണ്ടുപേരും എങ്ങനെ കണ്ടുമുട്ടിയത്? ഇഫ് ഇറ്റ്സ് പേഴ്സണൽ then forget it. അങ്ങനെയൊന്നുമില്ല സാർ, ഞാൻ പറയാം. Tell me. അതൊരു ദീപാവലി ദിവസമായിരുന്നു. ഓർഡർ ചെയ്ത പിസ ക്യാൻസൽ ആയി പോയ വിഷമത്തിൽ ഞാൻ റോഡിൽ മൂഡ് ഓഫ് ആയിട്ടിരിക്കുകയായിരുന്നു. അപ്പൊ കിലുകിലാന്നൊരു പെണ്ണിന്റെ ശബ്ദം കേട്ടു. അല്ലേ, ഈ പെണ്ണിന്റെ വോയിസ് എത്ര സ്വീറ്റ് ആണെങ്കിൽ അവളെ കാണാൻ എങ്ങനെയായിരിക്കും ആകാംക്ഷയിൽ ഞാൻ തിരിഞ്ഞു നോക്കി. അപ്പൊ ഇരുട്ടത്ത് 2 കുട്ടികളോടൊപ്പം ആ പെണ്ണ് കാറിൽ വന്നിറങ്ങി. എന്നിട്ട് പൂത്തിരിക്ക് തീ കൊളുത്തി. ആ തീപ്പൊരികളുടെ വെളിച്ചം അവളുടെ മനോഹരമായ കാലുകളിലും അവളുടെ അരക്കെട്ടിലും ആ കഴുത്തിലും അവളുടെ ഫേസിലെല്ലായിടത്തും. സിനിമ പിടിക്കാൻ പോയാൽ നന്നായിരിക്കും. എക്സാക്ട്ലി, പോലീസ് ആയതുകൊണ്ടല്ലേ സീൻ പറഞ്ഞപ്പോഴേക്കും ക്യാരക്ടർ പിടിച്ചെടുത്തത്. ആദ്യമായി കണ്ടുമുട്ടിയ സീൻ ചോദിച്ചപ്പോ ഇത്രയും പറഞ്ഞെങ്കിൽ പ്രേമത്തെ കുറിച്ച് ചോദിച്ച എന്തായിരിക്കും? സർ, സാർ സിനിമകളൊന്നും കാണാറില്ലേ സർ? നോ നോ നോ, ഐ ഡോണ്ട് ലൈക്ക് മൂവീസ്. അവർ കാണിക്കുന്നെല്ലാം വെറും വിഡ്ഢിത്തങ്ങളാ. അത് ശരിയാ, ഇനി ക്ഷേത്രത്തിലൊരു സീൻ, ഹോട്ടലിലൊരു സീൻ, എയർപോർട്ടിലൊരു സീൻ, ധാരാളം സീൻസ് ഉണ്ട് സർ. ഓ നോ നീഡ് മാൻ, എനഫ്. ഒറ്റ സീൻ. എന്താടാ ആലോചിക്കുന്നേ? നിനക്കിഷ്ടമല്ലേ? നിന്റെ ഇഷ്ടം എന്തായാലും അത് തന്നെ അല്ലേടാ എന്റെ ഇഷ്ടം. ശരി, ഞാൻ ഇറങ്ങട്ടെ. മധു, എന്താ ആ DCPയുമായുള്ള വിവാഹം മുടങ്ങിയതിൽ അച്ഛൻ ഒരുപാട് വിഷമമുണ്ട്. മോൾക്കും അതിൽ വിഷമമില്ലേ? എന്താ നീ മിണ്ടാത്തത്? എന്താ ഇല്ലേ? എങ്കിൽ ഇനി വിഷമിക്കണ്ട. നിശ്ചയിച്ച സമയത്ത് തന്നെ നിന്റെ കല്യാണം നടക്കും. പയ്യൻ വേറെ ആരുമല്ല, എന്റെ സുഹൃത്ത് സോമരാജന്റെ മകൻ വേണു. ആ DCPയെക്കാളും വലിയ കാശുകാരനാ. കാര്യമായിട്ട് വലിയ പഠിത്തമൊന്നുമില്ലെന്നേ ഉള്ളൂ. എന്താ മോളെ? ഇപ്പൊ ഞാൻ ഒരു തെറ്റും ചെയ്തില്ലല്ലോ, പിന്നെന്തിനാ വീണ്ടും കല്യാണമൊക്കെ? ആഹാ, അതുകൊണ്ടൊന്നും അല്ല മോളെ. 10-ാം തീയതി നിന്റെ കല്യാണം നിശ്ചയിച്ചതല്ലേ? നാട്ടുകാരോടെല്ലാം പറയുകയും ചെയ്തു. ഇപ്പൊ ഈ കല്യാണം നടന്നില്ലെങ്കിൽ അച്ഛന്റെ അന്തസ്സും അഭിമാനവും എല്ലാം നഷ്ടപ്പെട്ടു പോയില്ലേ? അതുപോലെ എന്റെ പഠിത്തവും നിന്ന് പോകില്ലേ അച്ഛ? എന്താ ഇത്രയൊക്കെ പഠിച്ചത് പോരെ? അവനും വലിയ പഠിപ്പൊന്നുമില്ലല്ലോ. ആദ്യം അച്ഛൻ പറയുന്നത് കേൾക്ക്. ഇല്ല അച്ഛ, ഞാനിതിനൊരിക്കലും സമ്മതിക്കില്ല. അഹങ്കാരി, സമ്മതിച്ചില്ലെങ്കിൽ നിന്നെ കൊന്നുകളയും ഞാൻ. ഈ കല്യാണം നടക്കും. ഏയ്, എന്നെ നോക്കി കുറയ്ക്കുന്നു. നോക്ക്, ഈ കുടുംബത്തിൽ കാരണവന്മാരുടെ തീരുമാനങ്ങൾ എന്താണെങ്കിലും അത് മാത്രമേ നടന്നിട്ടുള്ളൂ. ആ, എന്റെ മകളെ നീ വേണ്ടെന്ന് വെച്ചതിന്റെ കാരണം എന്താണെന്ന് എനിക്കറിയില്ല. എന്നാൽ അതേ മുഹൂർത്തത്തിൽ തന്നെ അവളുടെ കല്യാണം ഞാൻ നടത്താൻ പോവാ. ഫസ്റ്റ് കാർഡ് അത് നിനക്ക് തന്നെ ഇരിക്കട്ടെ. അതിൽ കല്യാണ മണ്ഡപത്തിന്റെ പേരും സമയവുമുണ്ട്. ആ സമയത്ത് നീ അതിന്റെ ചുറ്റുവട്ടത്ത് പോലും വന്നു പോകരുത്. വണ്ടി എടുക്കടാ. നിന്നെ വിളിക്കുന്നു. ഏയ്, ഡാൻസ് ചെയ്യാന്ന് പോയി പറയടാ. ആരാ നോക്ക്? സാർ, സാറിന് എപ്പോഴാ വന്നേ? ഒരു മിസ് കോൾ വന്നിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വരില്ലായിരുന്നു സാർ. ഇത് നോക്ക്. ഹായ്, നല്ല അടിപൊളി കാർഡ്. വേണു വെഡ്സ് മധുമതി. ഈ കല്യാണത്തിന് ഞങ്ങൾ പിസ്സ സപ്ലൈ ചെയ്യണോ സാർ? ശരിക്കും നോക്ക്. ശരിക്കും നോക്കിയ
വേണു വേർഡ്സ് മാത്രം മതി. എന്റെ ലവ് മധു മതി. നീ അറിഞ്ഞില്ല? അറിഞ്ഞില്ല സാർ. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഞാൻ എന്ത് ചെയ്യാനാ സാർ? പിസ്സക്കാരൻ. സാർ എന്തെങ്കിലും ചെയ്. ശരി വാ. ഇത് വലിയ കുരിശായല്ലോ. എങ്ങോട്ടാണ്? എങ്ങോട്ടാന്ന് ആർക്കറിയാം. പോയിട്ട് വേട്ടെ. ഹായ് ബണ്ണി. ഏയ് ഒന്നും വിടാതെ പൊടി. സെന്റി എക്സ്പ്രഷൻ ഉണ്ടാകാൻ നോക്കുമ്പോഴാ. ചേച്ചി അയാൾ വിളിക്കുന്നു. ഹായ് മധു. ഇയാളെന്താ ഇവിടെ? സാർ ഇവിടെ? ഒരു കാര്യം പറയാനുണ്ട്. എന്താ സർ? വാ പറയാം. കമോൺ. സത്യം പറഞ്ഞേക്ക്. പറയുന്നതാ നല്ലത്. സാർ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു സാർ. പറ. അതായത് വൺ സെക്കൻഡ്. യെസ് സർ, സാർ പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ പോയി. അവൻ നമ്മളെ ചീറ്റ് ചെയ്തു. അവൻ പറഞ്ഞാലേ കള്ളമാണ് സാർ. അവൻ കള്ളം പറഞ്ഞതാണെന്നോ? അവനെ എൻകൗണ്ടർ ചെയ്യും. അവനെ കൊല്ല്. അവനോട് ഇരിക്കാൻ പാടില്ല. I want him dead. No explanation. I want him dead. Dead. Sorry. I'm sorry. My beautiful roses, I am very sorry. മൂട് പോയി. എന്നോട് ആരെങ്കിലും കള്ളം പറഞ്ഞാൽ അവനെ കൊല്ലാനുള്ള ദേഷ്യം വരും എനിക്ക്. ഒരു തവണ ഇങ്ങനൊരു സിറ്റുവേഷനിൽ ഞാൻ 5 പേരെ എൻകൗണ്ടർ ചെയ്ത് കൊന്നിട്ടുള്ളത്. എന്റെ ഡിപ്പാർട്ട്മെന്റിൽ ഇതൊന്നും അത്ര വലിയ കാര്യമല്ല. ബണ്ണി, നീ എന്താ പറഞ്ഞോണ്ടിരുന്നത്? എനിക്കറിയില്ല സാർ. വാട്ട്? എനിക്കറിയില്ല സാർ. Let's go. Very good. Let's go. സാർ, ഫോർമാലിറ്റീസ് കംപ്ലീറ്റ് ആയി. യെസ് സാർ. സാർ, എന്തിനാ സാർ രജിസ്റ്റർ ഓഫീസിലേക്ക് വന്നത്? ഇന്ന് നിങ്ങളുടെ കല്യാണം. സാർ, ഇത് ശരിയാവില്ല സാർ. എന്ത് സാർ? ഇപ്പൊ ഇത് ശരിയാവില്ല സാർ. ഇത്ര പെട്ടെന്നൊരു കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാ? ബണ്ണി, ഇപ്പൊ മധുവിനെ നീ കല്യാണം കഴിച്ചില്ലെങ്കിൽ പിന്നെ ഒരിക്കലും ഇവിടെ നിനക്ക് കിട്ടാൻ പോകുന്നില്ല. നിങ്ങളൊരു ഒപ്പിട്ടാ മാത്രം മതി. ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം. ഞാൻ ഇതിന് സമ്മതിക്കില്ല. എന്ത്? ഇവരെ ഞാൻ തമ്മിൽ സ്റ്റോപ്പ്. ഞാൻ സംസാരിച്ചോളാം. ആവശ്യമില്ലാതെ DCP സാറിനെ ടെൻഷൻ ഉണ്ടാക്കരുത്. സാർ, ഒരു 10 മിനിറ്റ് സമയം തരണം സാർ. ലൈഫ് മാറ്റർ അല്ലേ സാർ? പ്ലീസ് സാർ. ഗോ. ഇങ്ങ് വാ. മധു, ഒറ്റ ഒപ്പിന്റെ കാര്യമേ ഉള്ളൂ. നമുക്കൊന്ന് രക്ഷപ്പെടാൻ പറ്റും. നീ നന്നായിട്ട് ആലോചിച്ചിട്ട് തന്നെയാണോ ഒപ്പിടാന്ന് വെച്ചാ കല്യാണം? അത് നിന്നെ പോലെ ഒരു പോക്കിരിയായിട്ട്. ആരടി പോക്കരി? ശരി മധു, ആ DCPയോട് ഞാൻ തന്നെ ജീവനത്തിൽ സ്നേഹിക്കാണെന്ന് ഓവറാക്ട് ചെയ്തിട്ടൊക്കെയാ വിശ്വസിപ്പിച്ചത്. ഇപ്പൊ അതൊക്കെ കള്ളായിരുന്നു പറഞ്ഞാൽ അയാൾ എന്നെ കൊന്നുകളയും. പ്ലീസ് മധു, ഒറ്റ ഒപ്പിന്റെ കാര്യമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നീ എന്റെ മുഖം പോലും കാണില്ല. പ്ലീസ് മധു, തനിക്ക് ഒരു പ്രോബ്ലം ഉണ്ടാവാൻ ഞാൻ നോക്കിക്കോളാം. പ്ലീസ്. ഞാൻ ഒപ്പിടില്ല. അതിനേക്കാളും ചാകുന്നതാ നല്ലത്. ഏയ്, എന്തിനാണ് നീ എപ്പോഴും ചത്തുകളയും എന്ന് പറയുന്നത്? അത് നിന്റെ അടവല്ലേ? DCPയോട് നിന്നെ ഞാൻ പ്രേമിക്കുന്നു പറയേണ്ടി വന്നു ഇതേ കാരണം കൊണ്ടല്ലേ? അത് നിന്റെ തെറ്റാണ്. അതേടി, അതെന്റെ തെറ്റ് തന്നെയാ. അയാളുമായിട്ടുള്ള കല്യാണം നടന്നു കഴിഞ്ഞാൽ പിന്നെ നീ ജീവിച്ചിരിക്കുന്നു പറഞ്ഞ എന്റെ മുമ്പിൽ ഒരേ കരച്ചിലായിരുന്നല്ലോ. അത് കണ്ടില്ലെന്ന് അടിച്ചിരുന്നെങ്കിൽ നിന്റെ ഗതി എന്താകുമായിരുന്നു? അതെ, ഞാൻ കാരണം ഒരു പെണ്ണിന്റെ ജീവൻ നശിച്ചു പോകരുതെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നോണ്ടാ. അത് തന്നെയാ ഞാൻ ചെയ്ത തെറ്റും. വെറും ഒരു കയ്യൊപ്പ്. എന്തിനാ അതിനെ വെറുതെ കല്യാണം എന്നൊക്കെ വിചാരിക്കുന്നത്? നാളെ ഏതെങ്കിലും ഒരു വക്കീലിന്റെ അടുത്ത് നിന്ന് ഒരു ഒപ്പോടി ഇട്ട ഡൈവോഴ്സും ആവും. അത് കഴിഞ്ഞാൽ നിനക്ക് നിന്റെ വഴി, എനിക്ക് എന്റെ വഴി. പ്ലീസ് മധു, ആലോചിച്ച് നോക്ക്. നീ എന്ത് പറഞ്ഞാലും എനിക്ക് അത്രയ്ക്കുള്ള ധൈര്യമൊന്നുമില്ല. ഏയ്, അത്രയ്ക്ക് ധൈര്യമില്ലെങ്കിൽ പിന്നെ നീ എന്തിനാ പഠിത്തം, ലക്ഷ്യം, മണ്ണാങ്കട്ടെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത്? ഇല്ലെങ്കിൽ പോയി നിന്റെ അച്ഛൻ പറഞ്ഞ കല്യാണം കഴിക്കും. നീ അവിടെ ജീവച്ചവാടിരിക്കുമ്പോ എന്നെ DCP ഇടിച്ചു കൊന്ന് ശവമാക്കട്ടെ. ആർക്കും ഉപകാരമില്ല. നമ്മൾ രണ്ടുപേരും തീരട്ടെ. നോക്ക് മധു, ഇപ്പൊ താനവിടെ ഒപ്പിടാതെ പോയാ അവിടെ തന്നെ അച്ഛൻ നിശ്ചയിച്ച കല്യാണം നടക്കും.
അവനെ കല്യാണം കഴിച്ച് നിന്റെ ജീവിതം അങ്ങനെ നശിപ്പിച്ച് കളയണോ അതോ ഈ ആരും അറിയാത്തുള്ള കല്യാണം കഴിച്ച് ഹാപ്പി ആയിട്ട് പഠിക്കണമെന്നും നീ തീരുമാനിക്കും. നിനക്ക് എന്തും തീരുമാനിക്കാം. ഒരു വർഷത്തെ കഷ്ടപ്പാടും കൂടെ അല്ലേ ഉള്ളൂ മോളെ. നമ്മുടെ കുടുംബത്തിലൊരു ഡോക്ടർ ഉണ്ടാവാൻ പോവല്ലേ. നോക്ക്, ഈ കുടുംബത്തിൽ കാരണവന്മാരുടെ തീരുമാനങ്ങൾ എന്താണെങ്കിലും അത് മാത്രമേ നടന്നിട്ടുള്ളൂ. അത്രയ്ക്ക് ധൈര്യമില്ലെങ്കിൽ പിന്നെ നീ എന്തിനാ പഠിത്തം ലക്ഷ്യം മണ്ണാങ്കണ്ടെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത്? അവനെ കല്യാണം കഴിച്ച് നിന്റെ ജീവിതം അങ്ങനെ നശിപ്പിച്ച് കളയണോ അതോ ഈ ആരും അറിയാതെയുള്ള കല്യാണം കഴിച്ച് സന്തോഷമായിട്ട് പഠിക്കണമെന്നും നീ തീരുമാനിക്കും. ഞാൻ ഒപ്പിടാം. Congratulations. All the best. Thank you. Wish you a happy married life. Thank you. Come, let's go. ഇവരാരാ സാർ? സാറിന്റെ ഫ്രണ്ട്സാ? എടാ DCP, നീ പോലീസുകാരനോ അതോ കല്യാണ ബ്രോക്കറോ? നോക്കി നിൽക്കാതെ പോയി അവളെ പിടിച്ചിറക്കിക്കൊണ്ടു. മധു 1/2 മണിക്കൂർ മുമ്പ് വരെ തന്റെ മോളായിരുന്നു. ഇപ്പൊ ഇവന്റെ ഭാര്യ. ഒറ്റ ഒരുത്തം മുമ്പോട്ട് വന്നാൽ പുകച്ചു കളയും. മധുവിന്റെ കൈ പിടിക്ക്. സാർ പിടിക്ക്. Hey, come on guys. My beautiful roses. ഈ ഫ്ലാറ്റ് എന്റെയാ. മധുവുമായുള്ള കല്യാണം കഴിഞ്ഞ് ഇവിടെ താമസിക്കണമെന്നായിരുന്നു. ബട്ട് അതിനുള്ള യോഗം ഉണ്ടായത് ഇപ്പൊ നിങ്ങൾക്ക്. യെസ്, നിങ്ങളൊന്ന് സെറ്റിൽ ആവുന്നവരെ ഇവിടെ താമസിക്കണം. Come on, come on guys, come on. എന്താ ഷോക്കിന്ന് രണ്ടാളും റിലീസ് ആയില്ലേ? യു നോ മധു, ഞാൻ ഈ ചെയ്യുന്നതൊക്കെ നിനക്ക് വേണ്ടിയിട്ടല്ല. ബണ്ണി. ആ മധു, ബണ്ണിയുടെ ഈ സിൻസിയാരിറ്റി, സ്നേഹം, ത്യാഗം ഞാനിത് എത്രയെന്ന് കരുതിയാ കണ്ടില്ല എന്ന് നരിക്കുക. അതുകൊണ്ടാണ് ഞാൻ ഇത്രയൊക്കെ റിസ്ക് എടുത്തത് ചെയ്തത്. എന്താണോ താങ്ക്സ് പറയാൻ പോവാണോ? അതിന് ഞാൻ ഇത്രയൊക്കെ അല്ലേ ചെയ്തു. ചെയ്യാൻ ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇനിയുണ്ടോ സർ? ആ, താങ്ക് യു സർ. വിഷ് യു എ ഹാപ്പി മാരീഡ് ലൈഫ്. താങ്ക് യു സർ. എൻജോയ് ചെയ്യും രണ്ടുപേരും. ഓക്കേ, ബൈ ബൈ. ബണ്ണി സർ, എനിക്ക് എപ്പോ വേണമെങ്കിലും ഇവിടെ വരാലോ അല്ലേ? സാറ് സ്വന്തം വീടായി കരുതിക്കും. സോറി, സ്വന്തം തന്നെയാണല്ലോ. യു ആർ ഓൾവേസ് വെൽക്കം സർ. ഐ ലൈക്ക് യു. ബൈ ബൈ സർ. സോറി മധു, ഇങ്ങനെയൊക്കെ ഉണ്ടാവും ഞാൻ വിചാരിച്ചില്ല. തന്റെ അച്ഛൻ ആ സമയത്തോടെ വരുമെന്നും ആ DCP നമ്മളെ ഈ ഫ്ലാറ്റിലേക്ക് കൊണ്ടുവന്ന് ഇവിടെ താമസിപ്പിക്കുന്നൊന്നും ഞാൻ സ്വപ്നത്തെ പോലും വിചാരിച്ചിട്ടില്ല. മധു, മധു നോക്ക്, തനിക്കൊരിക്കലും വിഷമിക്കേണ്ടി വരില്ല. എനിക്ക് 5,000 റുപ്പീസ് സാലറി ഉണ്ട്. OT എല്ലാം കൂടി ചേർത്ത് ഒരു 2,000 റുപ്പീസ് വേറെയും കിട്ടും. അതെല്ലാം കൂടി വരുമ്പോ ഒരു 7-8 രൂപകളും കിട്ടും. അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാലോ അല്ലേ? എന്താ മതിയാവില്ലേ? എന്താ നീ എന്നെ ഇവിടെ കല്യാണം കഴിച്ചോണ്ട് വന്നാണെന്ന് വിചാരിച്ചിരിക്കുകയാണോ? അവിടെ ഒപ്പിട്ടൊന്ന് കരുതി ജീവിതകാലം മുഴുവൻ നിന്റെ ഭാര്യയായിട്ട് ജീവിക്കുന്നതാണോ കരുതിയത്? അതിനേക്കാളൊക്കെ ഭേദം ചാവുന്നതാടാ. നിന്റെ കൂടെ ഒരു നിമിഷം പോലും ഞാൻ കഴിയില്ല. താൻ എന്തൊക്കെയാ പറയുന്നത്? ഏതോ വലിയ വീട്ടിലെ പെണ്ണല്ലേ, തനിക്കിവിടെ പ്രോബ്ലം ഒന്നും ഉണ്ടാവരുന്ന് ഓർത്തപ്പോ താൻ എന്റെ മുമ്പിൽ കിടന്ന് ഇങ്ങനെ തുള്ളുന്ന എന്തിനാ? ഞാനിങ്ങനെ കൈ ഞൊടിച്ചാണ്ടല്ലോ 1000 പെണ്ണുങ്ങള് എന്റെ പിന്നാലെ ഇങ്ങനെ വാല് വാട്ടിക്കൊണ്ട് വരും. അറിയാം, ലിഫ്റ്റിൽ വെച്ച് അറിഞ്ഞതാ ഞാൻ താനൊരു പോക്കിരിയാണെന്ന്. ആരടി പോക്കരി? എന്താ നിന്റെ ക്യാരക്ടർ അത്ര നല്ലതാണോ? റോഡിൽ കൂടി പോകുന്നവരെല്ലാം നോക്കി ഐ ലവ് യു എന്ന് വിളിച്ചു പറയുന്നില്ലേ നിന്റെ പണി? എലിമോന്ത കണ്ടാലും മതി. സൂക്ഷിച്ച് സംസാരിച്ചില്ലെങ്കിൽ ചെരുപ്പൂരി അടിക്കും. കഴുതേ
എടാ അളിയാ, ഇന്ന് ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കുന്നതിന് പകരം നിന്റെ സ്വന്തം ഭാര്യയോട് നീ ഫാമിലി പിടിച്ചിട്ട് പറയാൻ പോയത് എന്തിനാടാ? അയ്യോ, എന്നെ ചവിട്ടുന്നത് എന്തിനാടാ? എന്നെ കൊല്ലേണ്ടതാ. നീ കാരണം എന്റെ ജീവിതം ഇങ്ങനെ കോഞ്ഞാട്ട പോലെ ആയിപ്പോയി. അതെ, നിങ്ങൾ ഇങ്ങനെ കിടന്ന് വഴക്കടിക്കുന്നവന് വരെ അടുത്ത വഴി ആലോചിക്കും. അടുത്ത വഴി എന്ന് വെച്ചാൽ ഡൈവോഴ്സാ. വാട്ട്? ഇന്നലെ കല്യാണം കഴിച്ചിട്ട് ഇന്ന് ഡൈവോഴ്സോ? നോ 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 സാർ, കുറച്ച് കാശ് കൂടുതലായാലും കുഴപ്പമില്ല സാർ. എന്റെ ലൈഫിന്റെ കാര്യമാണ് സാർ. പ്ലീസ് സാർ. നോ മാൻ, നിങ്ങൾ രജിസ്റ്റർ ഓഫീസിൽ പോയി ലീഗലായി ഒപ്പിട്ടവരാണ്. ലീഗൽ ഈസ് ലീഗൽ. ഡൈവോഴ്സ് വേണമെങ്കിൽ മിനിമം 1 ഇയർ എങ്കിലും ആകണം. 1 ഇയർ ആവണമെന്നോ? 1 വർഷത്തെ കാര്യമല്ലേ ഉള്ളിയാ, സമാധാനപ്പെട്. 1 വർഷം സഹിക്കല്ലടാ. എന്താടാ, ആരാ വന്നേ? സാറായിരുന്നോ? വേറെ ആരെന്ന് വെച്ച് പേടിച്ചു പോലോ സാറേ. അതെന്താ എന്നെ കണ്ട പേടിക്കില്ലേ? സാർ, സാറിനെ കണ്ട എനിക്ക് ഭയങ്കര പേടിയാണ് സാർ. എന്റെ മുട്ടുകൂട്ടി നിർത്തടാ. ഓവർ ആക്ട് ചെയ്യുന്നു. നീ ആ സൂര്യനാരായണന്റെ മോളെ കല്യാണം കഴിച്ചില്ലേ? നീ ഇവിടുന്ന് പോയില്ലെങ്കിൽ അവരുടെ ഷോപ്പ് കത്തിക്കും. 1/2 മണിക്കൂർ ടൈം തരുന്നു. ഈ വീടും ഷോപ്പും വിട്ട് നീ പൊയ്ക്കണം. സാർ, സാർ എന്താ ഇത്? പൊട്ടനാണോ? മാറിക്കടാ. എടാ, 1/2 മണിക്കൂറിനുള്ളിൽ ഇവനോട് പോയില്ലെങ്കിൽ നിങ്ങളായിരിക്കും ഞാൻ പറഞ്ഞു വിടുന്നത്. അല്ല സാർ, ബ്ലഡി ഫൂൾ. കണ്ടില്ലേടാ, ടൈം മോശമായപ്പോ കൊമേഡിയൻ പോലും വില്ലനായി മാറി. എടാ, ഇനി ഞാൻ എങ്ങോട്ട് പോകൂടാ? എന്ത് ചോദ്യമാളെ അത്? നിന്റെ കിടക്കല്ലേ സൂപ്പർ ഒരു ഫ്ലാറ്റും സൂപ്പർ ഒരു ഫിഗറും? ആരാടാ സൂപ്പർ ഫിഗർ? നിങ്ങൾ ആരെങ്കിലും അവളെ ശരി കണ്ടിട്ടുണ്ടോ? അവളുടെ മോന്തയും അവളുടെ കണ്ണും അവളുടെ വായൊക്കെ കൂടി കണ്ടാ സൂപ്പർ ഫിഗറിനെ ആണോടാ? ഫിഗർ ഉണ്ടായാൽ മാത്രം മതിയോ? ഗുണം കൂടി വേണ്ടേ? എപ്പോ നോക്കിയാൽ ഇനാം വെച്ചേ പോലെ നീ ഇവിടെ എന്തെടുക്കുക? ഞാനില്ലായിരുന്നെങ്കിൽ നിന്റെ ജീവിതം തകർന്ന് തരിപ്പണമായി പോയില്ലായിരുന്നു. ആ നന്ദി നീ കാണിച്ചോ? ഞാനൊരു ഹെൽപ്പ് ചെയ്തിട്ടും ഇതാണോ നീ എന്നോട് ചെയ്യുന്നത്? ഇത് വല്ലോ നീ കേൾക്കുന്നുണ്ടോ? ഞാൻ ഇനി എങ്ങനെ ജീവിക്കും? എന്താ 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 ഇവിടെ ഇരിക്കുന്ന എന്താന്ന്? വിനായകനോട് സംസാരിച്ചോണ്ടിരിക്കല്ലേ? ഓർമ്മയുണ്ടോ? അതല്ല, നീ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന്? തന്റെ ഫാദർ കാരണമുള്ള ജോലിയും പോയി കിട്ടി. ഞാനിപ്പോ പരിപാടിയിലായി. എല്ലാം താൻ ഒരുത്തി കാരണമല്ലേ? ഞാൻ ഇങ്ങോട്ടല്ലാതെ പിന്നെ എങ്ങോട്ടാ വരുന്നത്? നോ, നീ ഈ ഫ്ലാറ്റിൽ ഉണ്ടാവാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. ഇങ്ങനെയൊക്കെ പറയാൻ ഇയാൾ ആരാടോ? ദേ നോക്കിയേ, ഞാൻ പറഞ്ഞ ലൗസിയും കേട്ട് ഫ്ലാറ്റ് ആയിട്ടാ ആ DCP നമുക്ക് ഈ ഫ്ലാറ്റ് തന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഫ്ലാറ്റ് പ്രിയദർശന് കൊടുക്കണം. അയാൾക്ക് ഇതുപോലത്തെ എത്ര ഫ്ലാറ്റ് ഉണ്ടാവും? നോക്ക്, ഈ ഫ്ലാറ്റിന്റെ മേൽ തനിക്ക് അധികാരമുള്ള പോലെ എനിക്കുണ്ട് അധികാരം. താൻ അവിടെ താമസിക്കുന്നു, ഞാൻ ഇവിടെ താമസിക്കുന്നു. സംഗതി ഓവർ. എടോ, താൻ എന്നെ ചതിക്കാൻ നോക്കരുത്. താൻ അവിടെ വെച്ച് പറഞ്ഞത് എന്താ? ഇപ്പൊ ചെയ്യുന്നത് എന്താ? ഫസ്റ്റ്, എനിക്ക് എന്റെ ഡൈവോഴ്സ് വേണം. ഡൈവോഴ്സ് വേണമെങ്കിൽ മിനിമം 1 ഇയർ എങ്കിലും ആകണം. അപ്പോ ആ 1 വർഷം വരെ താൻ ഇവിടെ ഉണ്ടാവോ? നീയും ഞാനും ഒരേ വീട്ടിലോ? അത് നടക്കില്ല. നിന്നെ പോലൊരുത്തനെ വിശ്വസിക്കാനേ പറ്റില്ല. തന്റെ ഡൗട്ട് എനിക്ക് മനസ്സിലായി. നോക്ക്, വലിയൊരു സുനാമി വന്ന് ഈ ലോകത്തെ മുഴുവൻ പെണ്ണുങ്ങൾ ഒഴുകിപ്പോയി ഇവിടെ താൻ ഒരുത്തി അവശേഷിക്കുന്നുള്ളൂവെങ്കിലും തന്റെ മുഖത്ത് പോലും ഞാൻ നോക്കില്ല. അതോ ഹവയും പോലെ ഇവിടെ ഇപ്പൊ നമ്മൾ മാത്രമേ ഉള്ളൂ. ഓർമ്മ ഉണ്ടാവണേ. മധു, നിന്റെ ഗ്രാൻഡ്മ. മധു മോളെ, എന്തിനാ മോളെ കരയുന്നേ? കരയാതെ. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അച്ഛമ്മ. ഞാൻ അവനെ സ്നേഹിച്ചിട്ടില്ല. എന്നോട് നീ നുണ പറയണ്ട. ഞാൻ നിന്നോട് പിണങ്ങുമെന്ന് വിചാരിച്ചോ? ഡാ മോളെ, ഇത് നിനക്കുള്ളതാ. നോക്ക്, ഇത് നിന്റെ കല്യാണത്തിന് വേണ്ടി വാങ്ങിയതാ. ഇനി ഇപ്പൊ അവിടെ ഇതിന്റെ ആവശ്യം എന്താ? നിന്റെ പഠിത്തത്തിന് വേണ്ടിയെങ്കിലും ഉപകാരപ്പെടുമല്ലോ. എടുത്തോ, കരയാതെ മോളെ. അതൊക്കെ പോട്ടെ, എന്റെ കൊച്ചുമരുമകൻ എങ്ങനെയുണ്ട്? അച്ഛമ്മ പൊയ്ക്കോ. അതല്ലടി, വെറുതെ വെച്ച് കുട്ടികളെ ഒന്നും പ്രസവിക്കാതെ പഠിത്തം പോകാനാ പറഞ്ഞത്. ഏട്ടാ, ഈ ഗോൾഡ് വിറ്റിട്ട് മധുവിന് കുറച്ച് ക്യാഷ് അറേഞ്ച് ചെയ്യണം. നോക്കട്ടെ. ബൈ മധു. ബൈ. ഇപ്പൊ നിനക്ക് കാശിന് ഇത്ര അത്യാവശ്യം നേടി? ആ പിസാക്കാരൻ പിന്നെ അവിടെ താമസത്തിന് വന്നിട്ടുണ്ട്. ഞാൻ ഏതെങ്കിലും ഹോസ്റ്റലിൽ പോയി ജോയിൻ ചെയ്യാന്ന് വിചാരിക്കും. വേണ്ടടി, ഇതൊക്കെ ഡ്രാമ ആയിരുന്നു എന്നറിഞ്ഞാൽ നിന്റെ അച്ഛൻ നിന്നെ കൊണ്ടേ വീണ്ടും കെട്ടിപ്പിക്കും. അത് ശരിയാ. എന്നാലും അലവലാതി എത്രയാന്ന് കരുതിയാ ഞാൻ സഹിക്കാം. അവന് അത്ര കഴപ്പമാ? കഴപ്പമല്ലടി, കുഴപ്പം. അവന്റെ കരുതി ഞങ്ങൾക്ക് വിട്. ഞങ്ങൾ വെക്കുന്ന ടോർച്ചന ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങി ഓടി ഇനി ഒരിക്കലും അങ്ങോട്ട് വരാത്ത രീതിയിലാക്കി തരാം. ഓക്കെയാ?
ഏയ് എന്താ ഇവിടെ നടക്കുന്നത്? ആ അത് തന്നെയാ ഞാനും ചോദിക്കുന്നേ, എന്താ അവിടെ നടക്കുന്നതെന്ന്. ന്യൂസൻസ് ഓഫ് ഇന്ത്യ. ഹായ് ഡാർലിങ്സ്, സൂപ്പർ ഡാൻസ് ആട്ടോ. കളി നമ്മളോട്. നമ്മൾ പ്ലാൻ ചെയ്തത് എന്താ, നിങ്ങൾ ചെയ്യുന്നത് എന്താ? നമ്മള് വിചാരിച്ച പോലെ അല്ലടി, അവന്റെ ഒരു വെടിക്കുള്ള മരുന്നുണ്ട്. Shut up. Get out. ഹലോ, ഹായ് ടീന. ഡിസ്കോ റിഹേഴ്സലോ? ഏയ് വേണ്ട വേണ്ട, എന്റെ ഫ്ലാറ്റിലേക്ക് പോര്. 50 പേരല്ല 500 പേര് വന്നാലും കുഴപ്പമില്ല. ഒരു കേസ് ബീറോ കൊണ്ടുവന്നേ. ഓക്കെ. ഓർഡർ ഉണ്ടില്ലേ? ഔട്ട് ഔട്ട് ഔട്ട്. നിന്നെ കാണാൻ ഒരുപാട് പെണ്ണുങ്ങൾ വരുന്നുണ്ടെന്ന് അപ്പാർട്ട്മെന്റുകാർ കംപ്ലൈന്റ് പറയുന്നുണ്ട്. ആഹാ, നിന്റെ കൂടെ ഒരുപാട് പെണ്ണുങ്ങൾ വരുന്നുണ്ടല്ലോ, അതിനെ കുറിച്ച് ഇവിടെ ആരും കംപ്ലൈന്റ് ഒന്നുമില്ലേ? നിന്നെ കാണാൻ വരുന്ന പോലെയാണ് എന്നെ കാണാൻ. ഓക്കെ, ലീവ് ഇറ്റ്. നമുക്ക് ഒരു എഗ്രിമെന്റ് കൂടി വെക്കാം. ഇന്ന് മുതൽ ഈ ഫ്ലാറ്റിൽ നിന്റെ ഫ്രണ്ട്സ് വന്നു പോവരുത്, എന്റെ ഫ്രണ്ട്സും വരില്ല. ഓക്കെ? ശരിയടാ, ഒരുമിച്ചുള്ള ജീവിതമായി പോയല്ലോ, നടക്കട്ടെ. ഹലോ, ഞാൻ ആ പയ്യനെ കൊന്നിട്ട് എന്റെ മോളെ പിടിച്ചോണ്ട് വരാം. അവൻ അവളെ കെട്ടുമോ? എടാ, പാതിരാത്രിയിലാണോ ഇതൊക്കെ പറയുന്നത്? കിടന്ന് ഉറങ്ങാൻ നോക്ക്. നിന്റെ മോൻ അവളെ കെട്ടുമോ അതോ ഇല്ലയോ? എടാ സൂര്യ, നമ്മൾ ഒന്നല്ലേ? അപ്പോഴും ഞാൻ എന്തു പറഞ്ഞു, അത് തന്നെ എനിക്ക് ഇപ്പോഴും പറയാനുള്ളൂ. നിന്റെ മോളെ മരുമകളാക്കാൻ എപ്പോഴും ഞാൻ ഒരുക്കമാടാ. അത് മതിടാ. അവന് ആദ്യം DCP ഒതുക്കണം. പണി വന്നല്ലോ. എന്തായാലും വന്ന ഉടനെ തിരിച്ചു പോന്നേ. വാന്നേ, നമുക്ക് ഫ്ലാറ്റിലേക്ക് പോവാം. എടാ അളിയാ, നിന്റെ ഭാര്യ ശരിയല്ലടാ. നിന്നെ കാണാൻ വന്നപ്പോ ഇറങ്ങി പോകാൻ പറഞ്ഞു. അത് മാത്രമല്ല, ഇവനെ കഷണ്ടി തലയാന്ന് വിളിച്ചളിയാ. നിന്നെ കഷണ്ടിത്തലാന്ന് വിളിച്ചു. നിന്നെ കഷണ്ടിത്തലാന്ന് വിളിച്ചോന്ന്. ആ വിളിച്ചെന്ന്. മതി. എന്റെ ഫ്രണ്ട്സിനോട് എന്താ പറഞ്ഞേ? പുറത്തു പോവാൻ പറഞ്ഞു. എന്തിനാ അങ്ങനെ പറഞ്ഞേ? നമ്മൾ രണ്ടുപേരും ചേർന്നുണ്ടാക്കിയ എഗ്രിമെന്റ് അങ്ങനെ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു. അത് പറയാൻ നീ ആരാ? എന്ത് അധികാരത്തിന്റെ പേരിലാ നീ ഇങ്ങനെ പറഞ്ഞു? അവരെന്റെ ഫ്രണ്ട്സാ, അവരെ പറഞ്ഞു വേണ്ട ഞാനാ. എന്താ നീ എന്നോട് പറയാഞ്ഞേ? പുറത്ത് പോടാ. പോടാ. മധു പറഞ്ഞ കേട്ടില്ലേ? ഒരു തവണ പറഞ്ഞ മനസ്സിലാവില്ല. വിട്ട് പോടാ. ചെല്ലേ. മധു, താഴെ വെച്ച് പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലായില്ല, അല്ലെങ്കിൽ മര്യാദക്ക് പറഞ്ഞവർക്ക് മനസ്സിലാവില്ല. അതുകൊണ്ടല്ലേ ഞാൻ മോളി വിളിച്ചിട്ട് ഇത്രയും ഡോസ് കൊടുത്തത്. അവന്മാർക്ക് നാണവും മാനവും മര്യാദയൊന്നും അറിയില്ലെന്നേ. വായി നോക്കികള്. അതിന് താനും തന്നെ കരയുന്നു. എടാ കൊലദ്രോഹി, നിനക്ക് ഡൈവോഴ്സ് കിട്ടാൻ നിന്റെ ജീവിതം നാഗണ്ട കഞ്ഞായി പോടാ. മരമാക്രി ഇവിടെ നിൽക്കുന്നത് ഞാൻ കണ്ടില്ല. ഞാൻ കണ്ടു. എന്നിട്ടാണോ പറയാഞ്ഞേ? തന്റെ സ്വഭാവം എനിക്കല്ലേ അറിയൂ, അവര് കൂടെ അറിയട്ടെ എന്ന് കരുതി. നല്ല ക്ഷീണം കാണും. ഇന്ന തിന്നോ. നീ പാചകം പഠിച്ച് വേസ്റ്റ് ആക്കിയത് കൊടിച്ചപ്പെട്ടി പോലും തിന്നില്ല. അതുകൊണ്ടല്ലേ നിനക്ക് തന്നെ തന്നത്. 4 ചിക്കൻ പീസ്. എന്താടാ ഇത്? എന്ത് പറ്റി സാർ? അങ്ങോട്ട് നോക്ക്. നിന്റെ ഭാര്യ എന്തിനാണ് വിളിച്ച് ഇവിടെ കൊണ്ടുവന്നിരുത്തിരിക്കുന്നത്? എന്നാ പിസ്സ ഡെലിവറിക്ക് കൂടെ കൊണ്ടുപോ. അത് ഞാൻ നോക്കിക്കോളാം. എന്തിനാ ഇങ്ങോട്ട് വന്നേ? വീട്ടിൽ വെച്ചുള്ള ഉപദ്രവൊന്നും പോരെ? ഹലോ ഹലോ, സ്റ്റോപ്പ് ഇറ്റ്. ആ DCP വരാൻ പറഞ്ഞോണ്ടാ ഞാൻ വന്നത്. എന്തിനാണ് എപ്പോഴും DCP എന്ന് പറയുന്നത്? DCP സാറിനെ വിളിക്കേണ്ടത്. അദ്ദേഹം ഉള്ളതുകൊണ്ടല്ലേ നമ്മുടെ ലൈഫിനെ ഹാപ്പി ആയിട്ട് പോകുന്നത്. സാറിന് 100 ആയിസാ. വാ സാർ, ഇരിക്കെ. സാറിന്റെ കാര്യം ഞങ്ങൾ തന്നെ പറഞ്ഞോണ്ടിരുന്നത്. സാറിന് കഴിക്കാൻ പിസ്സ എടുക്കട്ടെ? പിസ്സ? നിങ്ങളോട് ഒരു ഇമ്പോർട്ടന്റ് മാറ്റർ പറയാൻ വേണ്ടി ഞാൻ വന്നത്. നിന്റെ ഡാഡിക്ക് എന്നോടുള്ള സ്നേഹം കൊണ്ട് ഡൽഹിക്ക് ട്രാൻസ്ഫർ ചെയ്യിച്ചു. സാർ, എന്തിനാ സാർ ഞങ്ങളെല്ലാം വിട്ട് ഇത്ര പെട്ടെന്ന് ഇവിടുന്ന് പോകുന്നത്? ഡോണ്ട് വറി മാൻ, ഡോണ്ട് വറി. ഞാൻ വേഗം ഇങ്ങ് തിരിച്ചു വരില്ലേ? ഞാൻ വരുന്നത് വരെ നിങ്ങൾ കെയർഫുൾ ആയിരിക്കണം, വെരി കെയർഫുൾ. എനി ടൈം എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ എനി ടൈം എനിക്ക് ഫോൺ ചെയ്യണം. എനി ടൈം. താൻ തിരിച്ചു വരുമ്പോഴേക്ക് എന്റെ 16 അടിയന്തരം വരെ കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ. ഓക്കെ മൈ ബ്യൂട്ടിഫുൾ റോസസ്. യെസ്. ഓക്കെ സർ. ബൈ ബൈ ബൈ. മധു, ഞാൻ ആ വഴിക്കാ പോകുന്നത്. ക്യാൻ ഐ ഡ്രോപ്പ് യു? സാർ ബുദ്ധിമുട്ടുണ്ടാ? ഞാൻ അവളെ ഡ്രോപ്പ് ചെയ്തോളൂ സർ. ഓ ദാറ്റ് റൊമാൻസ്. ഗുഡ് ഗുഡ്. ഓക്കെ സർ, ബൈ. എന്താ ഇതിന്റെ പേരിൽ നിനക്കെന്നെ ബൈക്കിൽ കൊണ്ടുപോകുന്നാണോ വിചാരം? നിന്റെ മോഹം അങ്ങ് മനസ്സിരിക്കട്ടെ മോളെ. ഓസിന് അങ്ങനെ AC കാറിൽ കയറി പോകാന്ന് കരുതിയല്ലേ? കാശ് കൊടുത്ത് ബസ്സിൽ കയറി പോടി.
ഓടി മോളെ. മധു ഫീൽ ചെയ്തോ? അകത്ത് ചീഞ്ഞ പിസേരിപ്പുണ്ട്, എടുത്തോണ്ട് പോടി. ലേഡീസ് നമസ്തേ സാർ. സാർ എന്താ സാർ നിങ്ങൾ എന്തായി കാണിക്കുന്നത്? ഞങ്ങൾ ആരാന്ന് നിങ്ങൾക്ക് അറിയോ? ഞങ്ങൾ സൂര്യനാരായണന്റെ ആൾക്കാരാ. ഓ അങ്ങനെയാണ്. ആ ഇത് നിന്റെയൊക്കെ തന്ത സമ്പാദിച്ച സ്ഥലമാണെന്ന് തോന്നുന്നു. ചെന്ന് പറയടാ അവനോട്. നമ്മുടെ കാന്തമ്മ ഇവിടെ ഇല്ലെന്ന് തോന്നുന്നല്ലോ. ഹായ് സോഫ. ടൈം എത്രയായി? 10:15. കാന്തമ്മ ഇതുവരെ കണ്ടില്ലല്ലോ. എവിടെ പോയി കിടക്കുന്നു? ഞാൻ വരുന്നത് വരെ നിങ്ങൾ കെയർഫുൾ ആയിരിക്കണം, വെരി കെയർഫുൾ. വാച്ച്മാൻ, മധുമതി എന്ന പേരുള്ള തേടി റെസ്റ്റോറന്റിനോട് വന്നിരുന്നു. അങ്ങനെ ഒരാളിവിടെ വന്നിട്ടില്ലല്ലോ. ഇത്ര ലേറ്റ് ആയിട്ട് അവളെ കാണാനില്ലല്ലോ. ഇനി എവിടെ പോയോ എന്തോ. ആരാ? മധുമതി എവിടാ? നിങ്ങളാരാ? മര്യാദയ്ക്ക് മധുമതി എവിടെ ഉണ്ടെന്ന് പറയുന്ന നിനക്ക് നല്ലത്. ഇപ്പൊ മധു എവിടെയാന്ന് എനിക്കറിയില്ല. ഇനി അറിയാമെങ്കിലും പറയാൻ മനസ്സ് അറിയിക്കാൻ പറ്റുമോ? ഞങ്ങൾ നോക്കട്ടാ. എവിടെ പോയി തിരക്കാനാ? മനസ്സിനൊരു സമാധാനം കിട്ടുന്നില്ല. നീ എവിടെ പോയിരുന്നു? അത് നീ അറിയേണ്ട കാര്യമില്ല. അറിയണം. ഇത് വീടോ ലോഡ്ജോ? നിന്റെ ഇഷ്ടം പോലെ ഇറങ്ങി നടക്കാൻ ഞാൻ എത്ര ടെൻഷൻ അടിച്ചെന്ന് നിനക്കറിയോ? നിനക്ക് എന്തെങ്കിലും സംഭവിച്ച ആർക്കാന്റെ റെസ്പോൺസിബിലിറ്റി? നിന്റെ വീട്ടിലായിരുന്നു ഇങ്ങനെ ചെയ്യുമായിരുന്നു? പറയടി, നിന്റെ വീട്ടിലായിരുന്നു ഇങ്ങനെ ചെയ്യുമായിരുന്നു? പോരാഞ്ഞിട്ട് നിന്റെ അച്ഛൻ എന്നെ കൊല്ലാൻ വേണ്ടി റൗഡികളെ പറഞ്ഞു വിട്ടിരിക്കുന്നു. വേണ്ട, ഞാൻ ഈ തലവേദനത്തോട് തീർക്കാൻ പോവാ. ഇപ്പഴേ നിന്റെ അച്ഛനടുത്ത് നിന്ന് എനിക്ക് നിങ്ങളുടെ മോളുമായി യാതൊരു ബന്ധുവില്ലെന്ന് ഞാൻ പറയാൻ പോവാ. അപ്പോഴേ നീ പഠിക്കും. പോകരുത്. പ്രിയയുടെ ചേട്ടന്റെ കയ്യില് എന്റെ ഫീസിന് വേണ്ടി സ്വർണം വിൽക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവരെ വെയിറ്റ് ചെയ്തതുകൊണ്ട് ഞാൻ ലേറ്റ് ആയത്. സോറി. ഇനി ഒരിക്കലും ഇങ്ങനൊന്നും ഉണ്ടാകാതെ ഞാൻ ശ്രദ്ധിച്ചോളാം. ഇനി ഞാൻ എങ്ങോട്ടാണെങ്കിലും പറഞ്ഞിട്ടേ പോവുള്ളൂ. പ്ലീസ് പ്ലീസ്. ഓക്കെ. നാണമില്ലടാ ഇത് വന്ന് പറയാൻ.
10 പേരുണ്ടായിട്ട് ആ പീറ ചെറുക്കനെ ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ വന്നിരിക്കുന്നു. അവനെ കൊല്ലാതെ എന്റെ മുമ്പിൽ വന്നു പോകരുത്. നിക്കടാ അവിടെ. എന്താടാ ഇത്? ഇലക്ഷൻ ഇനി 1 മാസം പോലും ഇല്ല. ആ പയ്യൻ ഇപ്പോഴും എന്തെങ്കിലും സംഭവിച്ചാൽ നിന്റെ ഇമേജ് എന്താകും? നിങ്ങളകത്തേക്ക് പോ. നീ ഇപ്പോൾ അവനെ കൊല്ലിച്ചാൽ നീ തന്നെ കുടുങ്ങും. അത് നീ ജയിച്ചതിന് ശേഷമാണെങ്കിലോ ഏതെങ്കിലും അവന്മാരുടെ തലയിൽ വെച്ച് കെട്ടാം. അതുകൊണ്ട് ഈ സമയത്ത് നീ ആലോചിക്കേണ്ടത് ഇറങ്ങിപ്പോയ നിന്റെ മകളെ കുറിച്ചായിരിക്കരുത്, വരാൻ പോകുന്ന പദവിയെ കുറിച്ചാ. നീ ഇലക്ഷനിൽ മാത്രം ശ്രദ്ധിക്കും. ഒരിടത്തും അവന്റെ ജാതി സമ്മേളനമായാലും ഇലക്ഷൻ സമ്മേളനമായാലും അതൊന്നും നടക്കാൻ പാടില്ല. പെർമിഷൻ കിട്ടാതെ എങ്ങനെയാ സാറേ നമ്മൾ ഇലക്ഷൻ മീറ്റിംഗ്? സൂര്യനാരായണ ആൾക്കാരെ ആരെ കണ്ടാലും ഏതെങ്കിലും കേസിൽ കൊടുക്കില്ല ഒക്കെ തെറ്റിയരെ. നമ്മുടെ ആൾക്കാരെല്ലാം പിടിച്ച് കള്ളക്കേസിൽ കൊടുക്കുക സാർ. സൂര്യനാരായണ, നിന്റെ കുടുംബം ഞാൻ കുളം തോന്നിടാം. എങ്ങനെയാണ് അവൻ തിരിച്ചിവിടെ തന്നെ വന്നത്? അവൻ കേന്ദ്രമന്ത്രിയുടെ റെക്കമെൻഡേഷനാണ് സാറേ വീണ്ടും വന്നത്. അവന്റെ ഈ പോക്ക് കണ്ടിട്ട് രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയിരിക്കുകയാണെന്നാ തോന്നുന്നത്. മഹാലക്ഷ്മിയായ നമ്മുടെ മോൾ ഇറങ്ങി പോയതോടെ ഇപ്പൊ എന്തിയായിട്ട് ഒന്നും ശരിയാവത്തില്ല അല്ലേ സാറേ? ആരാടാ മഹാലക്ഷ്മി? എനിക്ക് മാനക്കേട് ഉണ്ടാക്കിയിട്ട് ഇറങ്ങിപ്പോയ മൂദേവി അവള്. ഇനി മേലിൽ ഇവിടെ ആരും ആ പേര് മിണ്ടിപ്പോകരുത്. അവളുടെ ഓർമ്മ പോലും ഇവിടെ ആർക്കും ഉണ്ടാവരുത്. അത് മനുഷ്യനായാലും ശരി, എന്റെ ചോറിനിട്ട് നന്ദികേട് കാണിക്കുന്ന ഏത് ജീവിയായാലും ശരി, തല്ലിക്കൊല്ലടാ അതിനെ. അയ്യോ എന്റെ ദൈവമേ, പപ്പി വേഗം പോ, വേഗം പോ, പോവാൻ. അയ്യോ അതിനെ ഒന്നും ചെയ്യലേടാ, എവിടെയാണ് പൊക്കോട്ടെ. മോളെ മധു, അച്ഛമ്മേ, നിന്നോടുള്ള ദേഷ്യം കാരണം നിന്റെ അച്ഛൻ നമ്മുടെ പപ്പിയെയും കൊല്ലാൻ നോക്കിയടി മോളെ. ഇഷ്ടപ്പെട്ടോ? ഇതാണ് നമ്മുടെ വീട്. പേരിനൊരു കല്യാണം കഴിച്ചെങ്കിലും സ്റ്റിൽ ബാച്ചിലർ ലൈഫ്. ഇവിടെ വേറെ ആൾക്കാരൊക്കെ ഉണ്ട്. വല്ലതും നന്നാ വാങ്ങിച്ച് കഴിക്കരുത്. അഥവാ കഴിച്ചാൽ നിന്റെ കാര്യം പോക്ക. ഇതാ നോക്ക്, അതാ നമ്മുടെ ബോർഡർ. അത് മാത്രം കിടക്കരുത്. ഓക്കെ? നിനക്കൊരു പേര് വേണമല്ലോ. അപ്പുറത്തേക്ക് പോരുത്. അല്ല, ഈ പട്ടി തന്റെയാണോ? ലോറിക്കടി കയറിയതാ. ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവരാ. ലോറിക്കടിയിൽ കയറിയെന്നോ? അയ്യോ, എന്തായാലും പറ്റിയോ? ഈ കൈ ഇടിച്ചോടാ. ഓ, നമ്മുടെ കൈ മുറിഞ്ഞിട്ട് ഒരു മൈൻഡും ഇല്ല. വർക്ക സ്നേഹം കണ്ടില്ലേ? ഇവരെന്റെ ജീവന്. താങ്ക്സ് ബണ്ണി. ദൈവം ബണ്ണി അവിടെ എത്തിച്ചത്. താനെന്താ ഇവിടെ നിൽക്കുന്നേ? അതൊക്കെ ഞാൻ പിന്നെ പറയാം. ആ അലങ്കാർ പ്ലാസയിലേക്ക് 20 പിസയുടെ ഓർഡർ ഉണ്ടായിരുന്നു. നീ അത് ഇതുവരെയും ഡെലിവറി ചെയ്തില്ലേ? ഇതൊക്കെ താൻ ചോദിക്കുന്നെന്തിനാ? ഞാനല്ലാതെ പിന്നെ നിന്റെ തന്ത ചോദിക്കോ? എന്താടാ വരം കൊടുക്കുന്ന സായിബാബയെ പോലെ എന്ന് കാണിച്ചോണ്ടിരിക്കുന്നത്? എന്താടാ പിന്നെ പറഞ്ഞു വിടണോ? സോറി സാർ. എന്തു പറ്റിയടാ? എന്ത് പറ്റിയടാ ബണ്ണി? ഇന്നലെ കാന്തമ്മ എന്നെ ബണ്ണീന്ന് വിളിച്ചു. ഭർത്താവിനെ പേര് വിളിച്ചതോ? നല്ല അടി കൊടുക്കാനുള്ളവരെ ഹാപ്പി ആയിട്ട് വന്ന് നിൽക്കുന്നോടാ. മിണ്ടരുടാ, നീ പറ ബണ്ണി. ഇത്ര നാൾ ഒരിടത്ത് താമസിച്ചിട്ടും കാന്തം എന്നെ മനുഷ്യനായിട്ട് പോലും കണ്ടിരുന്നില്ല. എന്നാൽ ഇന്നലെ എന്നെ നോക്കി സ്നേഹത്തോടെ താങ്ക്സ് ബണ്ണി എന്ന് പറഞ്ഞപ്പോ എന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടന്നിരുന്ന പ്രേമം എല്ലാം കൂടി അങ്ങോട്ട്. എന്താടി എന്തു പറ്റി? ഇവളുടെ ചേട്ടന്റെ കയ്യിലും അത് വിൽക്കാൻ കൊടുത്ത ഗോൾഡുമായിട്ട് അവൻ മുങ്ങിക്കളഞ്ഞു. ഇപ്പൊ മധുവിന് ഫീസ് അടയ്ക്കാൻ ക്യാഷ് ഇല്ല. എന്താടി പ്രിയ കേൾക്കുന്നേ? സോറി ഡി,
സോറിന്നോ? നിന്റെ ചേട്ടൻ എത്രക്കാരനാണെന്ന് നിനക്ക് നേരത്തെ അറിയില്ലായിരുന്നോ? വാടി, നമുക്ക് പോലീസ് കംപ്ലൈന്റ് ചെയ്യാം. വേണ്ട ഗീത, അവളുടെ വീട്ടിൽ അറിഞ്ഞാൽ പ്രോബ്ലം. അവളുടെ വീട്ടിൽ പ്രോബ്ലം ആകുമെന്ന് വിചാരിച്ചാൽ നിന്റെ പ്രോബ്ലം തീരോ? ഇത്രയും പൈസ നീ എവിടെ നിന്നുണ്ടാക്കും? ഫീസ് അടയ്ക്കാതിരുന്നാൽ ഇത്രയും കാലം നീ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആവില്ലേ? ഹലോ അച്ഛമ്മേ. മധു, എന്താടാ? എനിക്ക് സെമിസ്റ്റർ ഫീസ് അടയ്ക്കാൻ അച്ഛമ്മേ 50,000 രൂപ വേണമായിരുന്നു. ഈ കുടുംബത്തിന്റെ പേരും അന്തസ്സും അഭിമാനവും തകർത്തിട്ട് പോയോളല്ലേ നീ? പിന്നെന്തിനാണ് ഇങ്ങോട്ട് ഫോൺ ചെയ്യുന്നേ? നാണമില്ലേടി നിനക്ക്? നിനക്ക് എന്നെ വേണ്ടെങ്കിലും എന്റെ പണം വേണമല്ലേടി? വയ്ക്കടി ഫോൺ. ഇനി അവളോട് സംസാരിച്ചെന്നറിഞ്ഞാൽ പെറ്റ തള്ളയാണെന്ന് ഞാൻ നോക്കില്ല. വാ മധു, വാ വാ. മറ്റുള്ളവരെ പോലൊന്നല്ല എന്റെ ഡാഡി, ഡെഫിനറ്റ് ആയി ഹെൽപ്പ് ചെയ്യും. നീ വിഷമിക്കണ്ട, ഇരിക്കും. നിനക്ക് എന്താടി ഭ്രാന്തുണ്ടോ? അതല്ല ഡാഡി, നിന്നെ പഠിപ്പിക്കാൻ തന്നെ ഞാൻ ഇവിടെ കിടന്ന് പാടുപെടുക. പ്ലീസ് ഡാഡി. എന്താടി രൂപ 1000-ഓ 2000-ഓ മറ്റോ ആണോ? മധു, താൻ എന്തിനാ കരയുന്നത്? ഒന്നുമില്ല. താൻ എങ്ങനെ കരയുന്നത്? ഒന്നും ഇല്ലാഞ്ഞിട്ടാണോ? 2-3 ദിവസമായിട്ട് കോളേജിൽ താൻ പോകുന്നില്ലല്ലോ. ഇനി അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല. എനിക്ക് കൂടി എന്തെങ്കിലും ഒരു ജോലി കിട്ടുമോ നോക്കാമോ? ഏയ്, എന്താ മധു ഇങ്ങനെയൊക്കെ പറയാമോ? നിനക്ക് എന്താ പറ്റിയത്? അതിന്റെ പേരില് പഠിത്തം നിർത്താമെന്നോ? പഠിക്കാൻ വേണ്ടിയല്ലേ മധു ഏതൊരു പെണ്ണും ചെയ്യാത്ത പോലെ നീ ചെയ്തത്? ഫീസ് എത്ര അടയ്ക്കേണ്ടത്? ബണ്ണി, പറയും മധു. മൊത്തം 2 ലക്ഷം അടയ്ക്കേണ്ടത്. 2 ലക്ഷം? ഈ സെമിസ്റ്ററില് 3-ാം തീയതിക്ക് മുൻപ് 50,000 അടയ്ക്കേണ്ടത്. അടച്ചില്ലെങ്കിൽ എക്സാം എഴുതാൻ പറ്റില്ല. ഓക്കെ മധു, കോളേജിൽ പോ, ഞാൻ നോക്കട്ടെ. അല്ല ബണ്ണി, പറയും. ഇംപോസിബിൾ, നടക്കില്ല. സർ പ്ലീസ് സർ, എനിക്ക് കാശിന് അത്ര അത്യാവശ്യമുണ്ടോ സർ? എന്താണോ അന്നൊരു ചാൻസ് തന്നിട്ട് എല്ലാവരുടെ മുന്നിൽ വെച്ച് എന്നെ ഇൻസൾട്ട് ചെയ്തില്ലേ? ഓടോ. സോറി സർ. സർ ഇത്തവണ എന്ത് റിസ്ക് ആണെങ്കിലും ഞാൻ ചെയ്യാം സർ. എന്ത് റിസ്ക് ആണെങ്കിലും ചെയ്യൂ? ചെയ്യാം സർ. എന്ത് തരണം? 2 ലക്ഷം വേണം സർ. വാട്ട്, 2 lakhs? അതെ സർ, അത്ര അത്യാവശ്യം. ഇപ്പൊ എനിക്ക് അർജന്റായിട്ട് 50,000 രൂപ കിട്ടിയേ പറ്റൂ സർ. പ്ലീസ് സർ. ഹലോ, 2 lakhs എന്ന് പറഞ്ഞാൽ അത്ര ഈസി ഒന്നും അല്ല. നല്ലോണം കഷ്ടപ്പെടണം. എപ്പോ വിളിച്ചാലും വരണം. എന്ത് റിസ്ക് ആയാലും ചെയ്യണം. എന്താ ചെയ്യാമോ? ചെയ്യാം സർ. എഗ്രിമെന്റിൽ ഒപ്പിടേണ്ടി വരും. അതും ചെയ്യാം സർ. മധു, വണ്ടി പഞ്ചറായെന്ന് പറഞ്ഞ് കുറെ നേരം ആയാലും ഇരിപ്പ് തുടങ്ങിയിട്ട്. അതല്ലടി, ഈ സെമിസ്റ്റർ ഫീസ് അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഇന്നല്ലേ. ബണ്ണി വന്നിട്ട് അടയ്ക്കാന്ന് പറഞ്ഞിരുന്നു. ബണ്ണിയോ? നിനക്ക് ഇത്രയ്ക്ക് സെൻസ് ഇല്ലേ? 50,000 രൂപ അവൻ എവിടെ പോയി ഉണ്ടാക്കാനാ? മധുമതി തേടിയ 50,000. യെസ് മാഡം. ഫീസ് അടയ്ക്കാൻ എന്താ ഇത്ര ലേറ്റ് ആയത്? സോറി മാഡം. മധുമതിയുടെ ഫീസ് നിങ്ങൾ എന്തിനാ അടയ്ക്കുന്നത്? ഹു ആർ യു മാൻ? ഹസ്ബൻഡാ. റിയലി? യാ. സോ സ്വീറ്റ്. ഡി ബണ്ണി ദേ. ബണ്ണി, ഏയ് ബണ്ണി. ബണ്ണി, നീ എന്താ ഇവിടെ? ഫീസ് അടയ്ക്കാൻ വേണ്ടി വന്നാ. ഫീസ് അടച്ചെന്നേ. ഇത്രയും പണം? താൻ അതൊന്നും ചോദിക്കരുത്. വേഗം എക്സാമിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യും. തന്റെ അടുത്ത സെമസ്റ്ററുള്ള ഫീസ് കൂടി ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി പേടിക്കേ വേണ്ട. ഹാപ്പി ആയില്ലേ? ഇതിനും താനിങ്ങനെ കരയ? അതെ, എപ്പോഴും താനിങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കും. ഓക്കെ എന്നാ ശരി. താങ്ക് യു. ആ ബണ്ണി, എങ്ങോട്ടാ പോകുന്നേ? ഫ്ലാറ്റിലേക്കാ. എന്റെ വണ്ടി പഞ്ചറായിരിക്കുക. ഞാനും കൂടെ വന്നോട്ടെ? സർ, നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ആ സൂര്യനാരായണൻ കോംപ്രമൈസിന് വന്നിരിക്കാം. വരണം കമ്മീഷണർ സാറേ. സാറെന്താ നോക്കുന്നത്?
ബാത്റൂം ക്ലീനിങ്ങിന് വേറെ ആരെങ്കിലും വെച്ചായിരുന്നു സാറേ? അല്ല, ഞാൻ വേണമെങ്കിൽ. പ്ലീസ് മറന്നേക്ക് സാറേ. സാറെന്തോ ആളറിയാതെ എന്റെ ആൾക്കാരെ ഉപദ്രവിച്ചു. ആ ഒരു ദേഷ്യത്തിൽ ഞാനും എന്തൊക്കെയോ പറഞ്ഞു പോയി. അതൊക്കെ പോട്ടെ, പൊളിറ്റിക്സിൽ ഇതൊക്കെ സാധാരണമല്ലേ. ഞാൻ പറഞ്ഞ പ്രകാരമുള്ള രൂപ അങ്ങോട്ട് വാങ്ങിയിട്ട് എന്നോട് കോപ്പറേറ്റ് ചെയ്യുന്നേ. ഓക്കെ സാർ, സാറിന് കുറച്ചുകൂടി മട്ടൻ കൊടുക്കടാ. കൊടുക്കാം സാർ. വേണ്ട വേണ്ട വേണ്ട. എന്റെ ഭക്ഷണം കഴിച്ചിട്ട് എങ്ങനെയുണ്ട്? കൊള്ളാമോ? എന്താ സാർ ഇത്? നമ്മൾ തമ്മിൽ കോംപ്രമൈസ് ആയി. ഇനി നിങ്ങൾ എന്ത് തന്നാലും ഞാൻ കഴിക്കില്ലേ? അപ്പോ പണം കിട്ടിയ എന്ത് അപമാനമാണേലും നീ സഹിക്കും അല്ലേടാ, നാണം കെട്ടവനെ. എഴുന്നേക്കടാ സൂര്യനാരായണ, എഴുന്നേക്കടാ പട്ടി. നിന്നോട് കോംപ്രമൈസ് ചെയ്യാനല്ലടാ, അപമാനിക്കാനാ വിളിച്ചു വരുത്തിയത്. ഈ ആഹാരത്തിന് മുന്നിൽ വെച്ച് ഞാനിത് ചെയ്യുന്നത് ഇനി നീ ആഹാരം കഴിക്കുമ്പോഴെല്ലാം ഈ അപമാനമോർത്ത് നീറി പുകയാൻ വേണ്ടിയാ. മാനം കെട്ടവനെ. എന്താടാ ഓടാ, കുറച്ചെങ്കിലും അഭിമാനം ഉണ്ടെങ്കിൽ പോയി തൂങ്ങിച്ചാക്. പോലീസുകാരനെ നീ നോവിച്ചോന്ന് ഓർത്തോ? ഓടാ, നിന്നെ പോലെ ഒരുപാടെണ്ണത്തിന് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ഇലക്ഷൻ ഒന്ന് കഴിഞ്ഞോട്ടെ, നീ ഇവിടുന്ന് ഉടുതുണിക്ക് മറുതുണിയില്ലാതെ പായുന്നത് ഞാൻ കാണിച്ചു തരാം. ഡേയ്, പിടിച്ച് പടിക്ക് പുറത്താക്ക്. വണ്ടി എടുക്കടാ. ഒരു 20 ലിറ്റർ ഡീസൽ അടിക്കും. ഞാൻ നേരം എണീക്കടാ പട്ടി, മാനം കെട്ടവൻ. ചേട്ടാ 2 ലിറ്റർ അടിച്ചേക്ക്. കത്തിക്കല്ലേ, അത് കത്തിക്കല്ലേ. എടോ തന്നോട് പറഞ്ഞേ, അത് കത്തിക്കല്ലേ. എടോ എനിക്ക് നല്ല കോമൺ സെൻസ് ഇല്ലേ? ഇത് പെട്രോൾ പമ്പല്ലേ? ഇവിടെയാണോ സിഗരറ്റ് വലിക്കുന്നത്? നിങ്ങൾ കാണോ, എനിക്കെന്താ വിവരമില്ലേ? പെട്രോൾ പമ്പിൽ സിഗരറ്റ് വലിക്കുന്നത് വിടാനാ പറഞ്ഞേ. സ്കൂൾ ബസ്സിൽ കുട്ടികൾ ഇത്ര ആൾക്കാരുണ്ട്. എന്തിലും നേരത്തെ പറയണ്ടേ? ഇവിടെ വെച്ചൊരു പ്രശ്നം ഉണ്ടാക്കട്ടെ. അവൻ ആരാണെങ്കിലും എനിക്ക് വേണം അവനെ. ഞാൻ അന്വേഷിക്കാം സാർ, പ്ലീസ് സാർ. പുതുതായി ചാർജ് എടുത്ത ACP രത്നൻ ഒരു പെട്രോൾ പമ്പിൽ വെച്ച് സിഗരറ്റ് വലിച്ചത് ഒരു യുവാവ് എതിർത്തതിനെ തുടർന്ന് അതൊരു വലിയ സംഘർഷത്തിന് കാരണമായി. അധികാരകരോടുകൂടിയുള്ള ഈ നടപടിക്ക് മാതൃകാപരമായ ശിക്ഷ നൽകണം. അവ പോലീസോ? ഇങ്ങനെ വേര് തന്നെ വിളവ് തിന്നാൻ തുടങ്ങിയ എന്ത് ചെയ്യും? തൊട്ടടുത്ത് സ്കൂൾ ബസ് ഉണ്ടായിരുന്നു. ആ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ? ആ സമയത്ത് എവിടുന്നോ വന്നൊരു ചെറുപ്പക്കാരൻ പയ്യൻ പോലീസാണെന്ന് പോലും നോക്കാതെ ഇടപെട്ടതുകൊണ്ടാണ് വലിയൊരു ദുരന്തം ഒഴിവായത്. അവനാണ് സാറേ ആൺകുട്ടി. ഹലോ, ഞാൻ കമ്മീഷണറാ. സാർ. എന്താണോ ഈ കേൾക്കുന്നതൊക്കെ? സാർ, ഇത് അപ്പോഴത്തെ ടെൻഷൻ. വാട്ട് ഈസ് ദിസ് രത്നൻ? യു നോ, താൻ ചെയ്യുന്ന വൃത്തിയോടിനൊക്കെ മറുപടി കൊടുക്കേണ്ടത് ഞാനാ. തന്നെ കുറിച്ച് ഡിപ്പാർട്ട്മെന്റിന് ഒരുപാട് കംപ്ലൈന്റ് കിട്ടുന്നുണ്ട്. 24 മണിക്കൂറിനും എനിക്ക് അതിന് എക്സ്പ്ലനേഷൻ കിട്ടണം. അണ്ടർസ്റ്റാൻഡ്? അവനാണ് സാർ ആൺകുട്ടി. സർ, ആ പമ്പിൽ വെച്ച് ബഹളം ഉണ്ടാക്കിയ പയ്യനില്ലേ, അവൻ ആരാണെന്ന് ഞാൻ അന്വേഷിച്ചു സാർ. അവൻ ആ സൂര്യനാരായണന്റെ മരുമകനാണ്. സാർ ഒരു വാക്ക് പറഞ്ഞാൽ മതി, അവന്റെ കയ്യും കാലും നടുവും ഞാൻ തല്ലി ഒടിക്കാം. കയ്യും കാലും തല്ലി ഒടിച്ചതുകൊണ്ട് മാത്രമൊന്നും എന്റെ നെഞ്ചിലിരിക്കുന്ന പക അടങ്ങില്ലടോ. ഞാൻ ഇനി വെക്കാൻ പോകുന്ന ഒരൊറ്റ കെണിയിൽ ഈ സൂര്യനാരായണനും അവന്റെ മകളും മരുമകനും എല്ലാം ഒരേപോലെ വേണം പിടഞ്ഞു മരിക്കാൻ. ചേച്ചി വാ ചേച്ചി, നമുക്ക് ചെസ് കളിക്കാം. ടൈം ഇല്ലടാ, ബണ്ണിക്ക് ബിരിയാണി വേണോന്ന് പറഞ്ഞു, അതുണ്ടാക്കാം. നമ്മുടെ ബണ്ണിയുടെ കാര്യം തന്നെയാണോ ചേച്ചി പറയുന്നത്? വളിച്ച പിസ തിന്നോട് നടന്നവനാ. ഇങ്ങ് വാടാ മാക്രി, വാടാ ഇവിടെ. എപ്പോഴും ചേച്ചിയുടെ ഒപ്പം കളിക്കും, ഞാനായ ശരിയാവില്ലേ? അതിന് നിനക്ക് ചെസ് എന്താന്നറിയോ? ചെസ് അറിയാവോന്നോ? വെക്കടാ മൂട്ടെ ബോർഡ്. തോറ്റെങ്ങാനും പോയ നിന്റെ തലക്കിട്ടേം കിടക്കും, പറഞ്ഞേക്കാം.
നീ തോറ്റുപോയാ എനിക്ക് ഇഷ്ടമുള്ള അത്രയും തവണ നിന്നെ ഞാൻ വേലപ്പാ വേലപ്പാന്ന് വിളിക്കും. കളി ചെക്ക് ഇപ്പൊ എന്തോ ചെയ്യും? ഇത് പറ്റില്ല ഇത് പറ്റില്ല. ചേച്ചിയാ കളിച്ചത്, ഇത് ശരിയല്ല. നീ എന്നോട് സംസാരിക്കും, ഞാനാ കളിക്കുന്നത്. ഈ കളി ക്യാൻസൽ. ഏയ് തന്നോടാ കളിക്കാൻ പറഞ്ഞേ? ഡിസ്റ്റർബൻസ് ഓഫ് ഇന്ത്യ. അത് ക്യാൻസൽ ആയി. കളി കളി. ഇതെന്താ കുതിര ഇങ്ങനെ വെട്ടുന്നത്? അത് കുതിരയോട് എന്നെ ചോദിക്കും. നാണല്ലേടോ ചെറിയ പിള്ളേരെ ചീറ്റിയാ നോക്കുന്നു. തോറ്റത് നീയാ, ഞാനാ ജയിച്ചത്, ഞാനാ ജയിച്ചത്. വേലപ്പ 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 വേലപ്പ. സോറി മാം. ക്ലാസ് എക്സ്റ്റെൻഡ് ആയാലോ? ഓക്കെ, ഇല്ലെങ്കിൽ എനിക്ക് നേരത്തെ പോണം. മധു, യെസ് മാം. എന്ത് പറ്റി നിനക്ക്? മാം, അത് ഞാൻ ചെറിയൊരു ഇൻസിഡന്റ് ഓർത്തു പോയതുകൊണ്ടാ. ഞാൻ ചോദിച്ചത് നീ ഓർത്ത് ചിരിച്ച ഇൻസിഡന്റിനെ കുറിച്ചൊന്നും അല്ല, നിന്റെ എഡ്യൂക്കേഷനെ കുറിച്ചാ. നോട്ടീസ് ബോർഡ് നോക്കിയില്ലേ നീ? നീ ഒരു സബ്ജക്റ്റിന് ഫെയിലാണ്. എന്താ ഷോക്കായോ നിനക്ക്? നീ പാസ്സായി. പാസ്സായാലും ഫെയിൽ ആയാലും ഒറ്റ മാർക്കിന്റെ ഡിഫറൻസിലല്ലേ. മധു, ഒരു തവണ നീ ഇവിടുത്തെ ഗോൾഡ് മെഡൽ വിന്നർ ആയിരുന്നു. എന്നിട്ട് ഇപ്പോഴോ ജസ്റ്റ് പാസ്. നിന്നെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. ദിസ് ഇസ് യുവർ ലാസ്റ്റ് ആൻഡ് ഇമ്പോർട്ടന്റ് സെമസ്റ്റർ. എത്ര കഷ്ടപ്പെട്ടാലും പാസ്സാകാൻ പ്രയാസമാണ്. നീ എക്സാമിൽ മാത്രം ശരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യും. വേഗം ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകും. 5 minutes ഡോക്ടർ. എന്റെ അച്ഛൻ ഇപ്പൊ വരും. പ്ലീസ്. ഇല്ല മോളെ, അയാൾ വരില്ല. എന്താന്ന് വെച്ചാ അയാൾ ഇതുവരെയായിട്ടും എന്നെ ഭാര്യയായിട്ട് കണ്ടിട്ടേ ഇല്ല. മോളൊരു കാര്യം ഓർത്തു, ആണുങ്ങളുടെ തലവിലാകാതെ നമ്മുടെ സ്വന്തം കാലിൽ നിൽക്കണം. ഇല്ലെങ്കിൽ നമ്മളെന്നും ഭർത്താവിന്റെ അടിമയെ പോലെ കിടന്ന് അവരുടെ ആട്ടും തുപ്പും കേൾക്കേണ്ടി വരും. അമ്മ ഇതൊക്കെ ഒരുപാട് അനുഭവിച്ചത്. അതുകൊണ്ടാ നിന്റെ അച്ഛനോട് അമ്മ വഴക്കുണ്ടാക്കി നിന്നെ ഒരു ഡോക്ടറാക്കാൻ വേണ്ടി അയച്ചത്. ഞാനിത് തിരിച്ചു വരുമെന്നുള്ള വിശ്വാസമൊന്നും അമ്മയ്ക്കല്ല മോളെ. ഇങ്ങനെയൊന്നും പറയരുത്. എന്റെ മോള് എത്ര കഷ്ടപ്പെട്ടിട്ടായാലും നിന്റെ പഠിത്തം പൂർത്തിയാക്കാതിരിക്കരുത്. ഡോക്ടറാകണം മോളെ. ആവല്ലേ? ഡോക്ടർ ആവണം. ഡോക്ടർ ആവണം. ഡോക്ടർ ആവണം.
ബണ്ണി മധു വന്നു. എത്തിയോ? ആളാകെ മൂഡ് ഓഫാ. എന്തോ പ്രോബ്ലം ഉണ്ട്. ഒരു പ്രോബ്ലം ഇല്ല, ഞാനിപ്പോ വിളിച്ചോണ്ടുവരാം. ഏയ് മധു, താനെന്താ ലേറ്റ് ആയത്? തനിക്ക് വേണ്ടി അവിടെ എല്ലാരും കാത്തിരിക്കാ. വാ. എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. എന്താ ഇപ്പൊ ഇങ്ങനെ പറയുന്നത്? താനല്ലേ പറഞ്ഞ വാസുവിന്റെ പേരിട്ട് ഇവിടെ ആക്കാമെന്ന്. എന്നിട്ട് ഇപ്പൊ എന്ത് പറ്റി? ഞാൻ കുറച്ച് ടയർഡാ. പ്ലീസ് എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത്. എന്താ മധു, തനിക്ക് എന്ത് പറ്റി? എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഒന്നുമില്ല. എന്നാ എഴുന്നേറ്റ് വാ, അവിടെ എല്ലാരും വെയിറ്റ് ചെയ്യല്ലേ. പറഞ്ഞ മനസ്സിലാവില്ലേ? വരുന്നില്ല എന്ന് എത്ര പ്രാവശ്യം പറയണം? അസുഖം വല്ലതാണോ? ആ ചൂടുണ്ടല്ലോ. വാ, ഡോക്ടറെ അടുത്ത് പോവാം. വേണ്ട. വാ മധു, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. വാ. വേണ്ട. താൻ ഇങ്ങനെ ആവശ്യമില്ലാതെ വാശി പിടിക്കാതെ വന്നേ. എന്റെ ധൈര്യത്തില്ല നീ എന്റെ കൈ കയറി പിടിച്ചത്. നീ ഞാനും തമ്മിൽ എന്ത് ബന്ധമുള്ളത്? നീ എന്തിനാ എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നത്? എന്നോട് ഡൈവേഴ്സ് ചെയ്യാന്ന് പറഞ്ഞില്ലേ? ഡൈവേഴ്സ് പേപ്പേഴ്സ് എവിടെ? ഒരു ഒപ്പിട്ടെന്ന് വിചാരിച്ച് നീ എന്റെ ഭർത്താവാണെന്ന് വിചാരിച്ചോ? കുറച്ച് ഫ്രീഡം തന്നെന്ന് കരുതി വലിയ അവകാശം സ്ഥാപിക്കാൻ നോക്കണ്ട. ഇത്രയും നാള് നിന്നോടൊപ്പം ഈ ഫ്ലാറ്റിൽ താമസിച്ചു പോയതാ ഞാൻ ചെയ്ത തെറ്റ്. മതിയാക്കാം. ഇനി മുതൽ നമ്മൾ രണ്ടാൾ ഇവിടെ ഒരുമിച്ച് താമസിക്കാൻ പാടില്ല. ഈ വീട്ടിൽ ഇനി നീ ഉണ്ടെങ്കിൽ ഞാനുണ്ടാവില്ല. ഞാൻ പോയേക്കാം. എന്നാ പൊയ്ക്കോ. നിന്റെ മുഖം പോലും ഇനി കണ്ടുപോകരുത്. ഇറങ്ങി പോവാൻ. ഓക്കെ സർ, പറയാം സർ. എടാ ബന്നി, ഫൈറ്റ് മാസ്റ്റർ ഫോൺ ചെയ്തത്. നീ പെട്ടെന്ന് ഷൂട്ടിംഗ് സ്ഥലത്ത് എല്ലാം പറഞ്ഞു. ശരി. എന്ത് ശരി? ഷൂട്ടിംഗും ഇല്ല, ഒരു കുന്തവും ഇല്ല. അടുത്ത ആഴ്ച എക്സാം ആയിട്ടാണ് ഷൂട്ടിങ്ങിന് വന്നത്. എത്ര പറഞ്ഞാലും നിനക്ക് മനസ്സിലാവില്ലേ? എടാ, മധുവിന് അടുത്ത സെമസ്റ്ററിനുള്ള ഫീസ് കൂടി അറേഞ്ച് ചെയ്ത് കൊടുത്തേ പറ്റൂ. അവൾ എന്നോട് അങ്ങനെ പെരുമാറെങ്കിലും എനിക്ക് അവളെ മറക്കാൻ പറ്റൂടാ. പാവം, അവളെ സഹായിക്കാൻ ഞാനല്ലാതെ വേറെ ആരുടെ ഉള്ളത്? ഇനിയെങ്കിലും നീ മനസ്സിലാക്കടാ. ഇത്രയും നാള് നീ ഹെൽപ്പ് ചെയ്തതുകൊണ്ട് നിന്റെ കൂടെ വന്നു. ഇപ്പൊ വേറെ ആരോ അടുത്ത് കൂടിയതുകൊണ്ട് നിന്നെ വിട്ടാരെ. ചേട്ടാ ടീ. സ്പീഡിൽ ഓടിച്ച് ഗിയർ ഡൗൺ ചെയ്ത് ഫ്ലൈ ചെയ്യണം. മാസ്റ്റർ, എന്താ മാസ്റ്റർ, അവൻ പുതിയ പയ്യനല്ലേ? ഈ ബോംബൊക്കെ റിസ്ക് അല്ലേ? എന്താ ഡയറക്ടർ സാറേ, സിനിമ എന്ന് വെച്ചാലേ റിസ്കാ. ഷോട്ട് നന്നായിരുന്നല്ലേ സിനിമ നന്നാകുള്ളൂ. അവൻ എന്തെങ്കിലും പറ്റിയ അത് പബ്ലിസിറ്റി അല്ലേ? സാറ് ധൈര്യമായിട്ടിരിക്കുക. ഓക്കെ ബണ്ണി, ഗുഡ് ലക്ക്. ഓക്കെ ബണ്ണി അളിയ, ബോംബൊക്കെ വെച്ചിട്ടുണ്ടാ. റിസ്ക് ആടാ, നീ ഇത് ചെയ്യണ്ടാ. നമുക്ക് പോവാടാ. പൈസ നമുക്ക് വേറെ എങ്ങനെയും ഉണ്ടാക്കാടാ. ഏയ് ഒന്നുമില്ലടാ, ഏതായാലും വന്നില്ലേ, ഒന്നും ഉണ്ടാവില്ല. വരുന്ന പോലൊക്കെ വരട്ടെ, നോക്കാം. ബണ്ണി, ആർ യു റെഡി? യെസ് മാസ്റ്റർ. സ്റ്റാർട്ട് ക്യാമറ. Dear students, I congratulate all of you for the successful completion of your medical course. This remarkable feat has been achieved for the first time in the college history by Miss Madhumati. Next up, we invite Mr. Kiran to come to the dais. ബണ്ണിയാണെന്ന് വിചാരിച്ചല്ലേ? പിന്നെ അന്ന് നീ എന്തിനാ അവനെ അപമാനിച്ചത്? ഇതുകൊണ്ട് ബന്നി എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഇതെനിക്ക് കിട്ടില്ലെന്ന ഭയം, അവൻ കാണിക്കുന്ന സ്നേഹത്തിൽ ഞാൻ വീണു പോയേക്കുമോ എന്ന ഭയം, ഞാൻ ഈ ഗോൾഡ് മെഡൽ നേടിയതിലുള്ള സന്തോഷം കാണാൻ ബണ്ണിയില്ലാതെ പോയതിൽ എനിക്ക് സങ്കടമുണ്ട്. അപ്പോ നീ അവനെ സ്നേഹിക്കുന്നുണ്ടല്ലേ? എന്നിട്ടാണോ നീ ഇങ്ങനെയൊക്കെ ചെയ്തത്? നിനക്ക് ഗോൾഡ് മെഡൽ കിട്ടാൻ തന്നെ കാരണം ബണ്ണിയാണ്.
നിന്റെ ഫീസ് അടയ്ക്കാൻ വേണ്ടി അവൻ എന്താ ചെയ്തെന്നറിയോ? ഒരു മാസമായിരിക്കുന്നു. ബണ്ണിയുടെ കണ്ടീഷൻ ഇപ്പൊ ഓക്കെയാണ്. നിന്നോട് ഈ കാര്യം പറയരുതെന്ന് പറഞ്ഞിരുന്നു. സോറി ഡി, ബണ്ണി നിന്നെ തിരക്ക് ഇവിടെ വന്നിരുന്നു. നിനക്ക് ഡിസ്റ്റർബ് ആവുമെന്ന് കരുതി നീ ഫ്ലാറ്റിലേക്ക് പോയെന്ന് ഞാൻ കള്ളം പറഞ്ഞു. അത് ഹായ് മധു, താനെന്ന് എത്ര സന്തോഷവതിയായിരിക്കും എനിക്കറിയാം. ആ സന്തോഷം കണ്ണുനിറയെ കാണണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും എന്റെ മുഖം പോലും കാണണ്ടാന്ന് മധു പറഞ്ഞിട്ടുള്ളതുകൊണ്ട് തിരികെ പോകുന്നു. അറിയാതെയാണെങ്കിലും അന്ന് ആ ലെറ്റർ തന്റെ നോട്ട്ബുക്കിൽ വെച്ച് ഞാനൊരു തെറ്റിയതു. ഫ്ലാറ്റിൽ വെച്ച് തന്റെ മനസ്സ് വേദനിപ്പിച്ച് വീണ്ടും ഞാൻ തെറ്റിയതു. തനിക്ക് എന്നെ ഇഷ്ടമല്ലെന്ന് അറിയാമായിരുന്നിട്ടും ഞാൻ അറിയാതെ സ്നേഹിച്ചു പോയതും എന്റെ തെറ്റ് തന്നെയാണ്. ഇതെല്ലാം തെറ്റാണെന്ന് അറിയാമെങ്കിലും എന്തുകൊണ്ട് തന്നോട് ഇത്രയേറെ ഇഷ്ടം എന്ന് എനിക്കറിയില്ല. സ്നേഹിക്കുന്നവർ എന്ത് ചോദിച്ചാലും അത് കൊടുക്കണമല്ലോ. അതുകൊണ്ടാ താൻ ചോദിച്ച ഡൈവോഴ്സ് പേപ്പർ പോലും ഞാൻ തരുന്നത്. എന്തിനെങ്ങനെ ചെയ്തത്? എല്ലാം എന്റെ തെറ്റായിരുന്നു. എന്റെ സ്വാർത്ഥത കൊണ്ടായിരുന്നു. എത്രമാത്രം കഷ്ടപ്പെട്ടു നീ. എവിടെയാ നീ? നിന്നെ വിട്ട് ഞാൻ പോവില്ല. നിന്നെ വിട്ട് ഞാൻ പോവില്ല. ബണ്ണി, ഞാൻ വിജയ സംസാരിക്കുന്നത്. ബണ്ണി ഇല്ല. നിനക്ക് ഇനിയും മതിയായില്ലേ? നീ കാരണം അവന് പഠിത്തം പോലും നഷ്ടപ്പെട്ടത്. ഒരു പ്രാവശ്യം ചത്ത് ജീവിച്ചതവൻ. ഇനിയെങ്കിലും അവനൊന്ന് വെറുതെ വിട്ടൂടെ? ഇത്രയൊക്കെ ചെയ്തത് മതി. ദയവേത് ഇനി അവനെ ഡിസ്റ്റർബ് ചെയ്യരുത്. ഒരൊറ്റ തവണ എനിക്ക് ബണ്ണിയോട് സംസാരിച്ചാൽ മതി. അവൻ എല്ലാം ഉപേക്ഷിച്ച് ഇവിടുന്ന് പോയി. ഇപ്പൊ ചെന്ന റെയിൽവേ സ്റ്റേഷനിൽ കണ്ടേക്കും. ഒരു നാളും മറയരുതേ കരളേ നീ കരയരുതേ. ഇവിടെ ഈ മഴവിൽ കൂട്ടിൽ തനിയേ ഞാൻ തേങ്ങുന്നു. ഇനിയും നിൻ പരിഭവമരുതേ വരുമോ എന്റെ കുയിലേ. അഴകേ നീ എന്നെ പിരിയല്ലേ. ഒന്ന് സഹായിക്കണം. എന്റെ ഭർത്താവിന് ആക്സിഡന്റ് ആയി ഹോസ്പിറ്റലിൽ നമ്മളെ ദയവ് ചെയ്ത് ഞാൻ ഹോസ്പിറ്റലിന്റെ അടുത്തൊന്ന് ഇറക്കി തരാമോ? ഫോണും തരാമോ? ഞാൻ വീട്ടിലോട്ടൊന്ന് വിളിച്ചു പറഞ്ഞോട്ടെ. എവിടെ പോയിട്ടില്ല? മെഡിക്കൽ കോളേജിൽ നിന്ന്. മെഡിക്കൽ കോളേജിൽ നിന്നോ? എടി സാവിത്രി, നീ പിന്നെയും ബിസിനസ് തുടങ്ങി അല്ലേടി? ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ നിന്ന് വരുവാണെന്ന് പറഞ്ഞിട്ട് വിശ്വാസമായില്ലേ സാർ? ഇവരാരാണെന്ന് പോലും എനിക്ക് അറിയില്ല സാർ. ഇത്ര കാര്യമാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. മെഡിക്കൽ കോളേജ് സ്റ്റുഡന്റ് ആണ്. എന്താണ് സാർ? സ്റ്റുഡൻസ് ആണെന്ന് പറഞ്ഞ് ഫോണിൽ ബിസിനസ് നടത്തിയാണ്.
ഇതാരുടെ അടി? നിന്റെ ഫോണായിട്ടാണോ ഇവിടെ അറിയത്തില്ല എന്ന് പറഞ്ഞത്? മിണ്ടിപ്പോരുത്. കോൺസ്റ്റബിൾ, പുതിയ ആളായതുകൊണ്ടാണ്. അരമണിക്കൂറിന്റെ കേസല്ലേ ഉള്ളൂ. അത് ശരിയാ. ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കൂ സർ. കോൺവെക്കേഷനാണ് ഞാൻ വരുന്നത് സർ. പ്ലീസ്. കോൺവെക്കേഷനോ? ഏത് ലോഡ്ജ് അത്? ഒറ്റ രാത്രിക്ക് എത്രയാ നിന്റെ റേറ്റ്? കല്യാണം കഴിഞ്ഞോന്നോ? അങ്ങനാണെങ്കിൽ നിന്റെ ഭർത്താവായിരിക്കുമല്ലോ ബ്രോക്കർ. ഞാൻ ഒരിക്കൽ കൂടി അങ്ങനെ പറഞ്ഞ എന്ത് ചെയ്യടി? പറയ എന്ത് ചെയ്യും? ഞാൻ എന്ത് ചെയ്താലും പണം കൊടുക്കുന്ന പതിവേ എനിക്കല്ല. ഇവളുമാരുടെ ഫോട്ടോ എടുത്ത് എല്ലാ പത്രങ്ങളിലും കൊടുത്തേക്ക്. ബണ്ണി ഇറങ്ങി വാടാ. എന്താടാ? മധു ഫോൺ ചെയ്തിരുന്നു, നീ പോവാൻ പറ്റേ. മധു ഫോൺ ചെയ്തു? അവള് വല്ലാത്ത ഫീലിംഗിലായിരുന്നാ. അവൾക്ക് എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. നിനക്ക് ആരെങ്കിലും ഫോൺ ചെയ്ത് പറയണോ? വിളിച്ചു. മധു എന്തു പറ്റി? മധു മധു എന്തു പറ്റി? മധു മധു നീ എവിടെയാ? പോലീസ് സ്റ്റേഷനിലാണ്. നിന്റെ അച്ഛനോടും ഭർത്താവിനോടും ചോദിക്ക്. നീ എന്റെ മോൾ അറസ്റ്റ് ചെയ്യാറായടാ. ഇപ്പൊ എങ്ങനുണ്ടടാ? ടൈമാടാ, ടൈം. ദേ കണ്ടില്ലേ നിന്റെ മോള് കിടക്കുന്നു, വ്യഭിചാര കുറ്റത്തിനകത്ത് കിടക്കുന്നത്. എടുത്തടാ. എടുത്തു സാർ. എന്റെ ദേഹത്ത് നീ കൈവെക്കലാടാ. നാളെ നേരം വെളുത്താൻ നിന്റെ ശവം പോലും ഞാൻ വെച്ചേക്കില്ല. അത് നാളെയല്ലേ? എന്നാൽ ഇന്ന് തന്നെ വ്യഭിചാര കുറ്റത്തിന് പിടിയിലായ സൂര്യനാരായണന്റെ മകളുടെ ഫോട്ടോ സായാഹ്ന പത്രത്തിൽ വരും. ഇന്നത്തോടെ നിന്റെ പേരും അഭിമാനവും നിന്റെ 4 ലക്ഷത്തിൽ പര വോട്ടും എല്ലാം ഫിനിഷ്. സാർ ഇവിടെ മുഖം മറച്ചു പിടിക്കുന്നു. ഏയ് വിട്ടേക്കടാ. ഇല്ലടാ, നീ അത്ര ഈസി ആയി ചാകരുത്. അപമാനം കൊണ്ട് നീറി നരകിച്ച് ചാകണം. വാടാ, വാ, കാണ, നീ കാണ, നോക്ക്, നോക്കടാ നിന്റെ ഭാര്യ. നിന്റെ ഭാര്യയെ റെയ്ഡിൽ പിടിച്ചതാടാ. നിന്റെ ഭാര്യ ഒരു വേശ്യ.
എന്താ ഇത്? എന്താ നീ കാണിക്കുന്നേ? ചെയ്തെന്താണെന്നറിയോ സാർ? ബ്രൂട്ടൽ കേസാണ് പറഞ്ഞ് അറസ്റ്റ് ചെയ്തു. എന്റെ മധുമതി ആരെങ്കിലും വേദനിപ്പിച്ചാൽ ഞാൻ അവരെ കൊല്ലും സാർ. അത്രയ്ക്ക് ജീവനാ സാർ എനിക്ക് മധുമതിയെ. അവൾക്ക് വേണ്ടി മരിക്കാൻ പോലും ഞാൻ തയ്യാറാ സാർ. I love you, മധു. I love you. നീ അല്ലാതെ എനിക്ക് ആരുമില്ല മധു. നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല മധു. ബന്നി, ഓക്കെ, ബാക്കി ഞാൻ നോക്കിക്കോളാം.